Opening Hours with MyFin. എല്ലാ പ്രേക്ഷകർക്കും ഓപ്പണിംഗ് അവേഴ്സിലേക്ക് സ്വാഗതം. സൂരജ് സാർ, ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഇന്നിപ്പോൾ നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 0.46% ഒരു ഇടിവ് കാണാൻ സാധിക്കുന്നുണ്ട്. 113 പോയിന്റ് ഇടിഞ്ഞ് 24,322 എന്ന ലെവലിലാണ് നിഫ്റ്റി 50യിൽ ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഗ്ലോബൽ ഇൻഡൈസസ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ഒന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കോസ്പൈ 4.34% ഗെയിൻ ചെയ്ത് ട്രേഡ് ചെയ്യുമ്പോൾ ഷാങ്ഹായ് ഇൻഡെക്സിൽ 0.42%ൻ്റെയും നിക്കൈ 225ൽ 1.79%ൻ്റെയും ഒക്കെ ഒരു ഗെയിനാണ് കാണാൻ സാധിക്കുന്നത്. ഹാങ്സെങ് മാത്രമാണ് 0.06% നേരിയ രീതിയിലുള്ള ഫ്ലാറ്റ് ടു നെഗറ്റീവ് ട്രെൻഡിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. സോ ഒരു ഓവറോൾ നെഗറ്റീവ് ട്രെൻഡ് ഒന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് ഏഷ്യൻ മാർക്കറ്റിലും കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ എടുത്തു പറയേണ്ടത് ഇന്നലെ വന്ന ഒരു പ്രഖ്യാപനമാണ്. ഫെബ്രുവരി 2027 ശേഷം എൻ ചന്ദ്രശേഖർ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കുകയില്ല, അവിടുന്ന് പടിയിറങ്ങുകയാണ് എന്ന രീതിയിൽ വന്ന വാർത്തയ്ക്ക് പിന്നാലെ വലിയ രീതിയിൽ ടാറ്റ ഓഹരികളിലൊക്കെ ഒരു ഇടിവ് നമ്മൾ കണ്ടതാണ്. ഇന്നും ആ ഒരു ഇടിവ് കണ്ടിന്യൂ ചെയ്യുന്നതായി കാണാൻ സാധിക്കുന്നു. ഒരു ട്രെൻഡ് ഇന്ന് ഓൾമോസ്റ്റ് ട്രെൻഡ് എന്ന് നോക്കുകയാണെങ്കിൽ ടൈറ്റാൻ നോക്കുകയാണെങ്കിൽ 1.33% ഒരു ഇടിവ് ടൈറ്റാൻ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ TCS കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ മാത്രമാണ് TCS ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ ഓൾമോസ്റ്റ് 4.5% വരെയൊക്കെ വലിയ രീതിയിലുള്ള ഇടിവ് TCSൽ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ എൻ ചന്ദ്രശേഖരൻ്റെ ഒരു രാജി തന്നെയാണ് ഫെബ്രുവരി 2027 ശേഷം ഒരു എക്സ്റ്റൻഷൻ ആൾ സീക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്നുള്ളത്. വലിയ രീതിയിൽ ഈ എൻ ചന്ദ്രശേഖരൻ്റെ ഒരു കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ടാറ്റ സ്റ്റോക്കുകളിലൊക്കെ വളരെ വലിയ രീതിയിലുള്ളൊരു ജമ്പ് തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ട്രെൻഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1700%ഒക്കെ വളർച്ച ട്രെൻഡിൽ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 1060% ഒരു വളർച്ച അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ടൈറ്റാൻ നോക്കുകയാണെങ്കിൽ 1020% ഒരു വളർച്ചയും, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ് നോക്കുകയാണെങ്കിൽ 670% ഒക്കെ ഒരു വളർച്ച ഓഹരികളിൽ ഈ ഒരു എൻ ചന്ദ്രശേഖരൻ്റെ കാലഘട്ടത്തിൽ ടാറ്റ ഓഹരികളിൽ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് പെർസ്പെക്റ്റീവിൽ നല്ല രീതിയിൽ തന്നെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ കണക്കുകൾ പറയുന്ന ഓൾമോസ്റ്റ് 3.3 മൾട്ടിപ്പിൾസ് മാർക്കറ്റ് ക്യാപ് ഗ്രോത്ത് എൻ ചന്ദ്രശേഖരൻ്റെ കാലത്ത് അച്ചീവ് ചെയ്യാൻ ടാറ്റ ഗ്രൂപ്പിന് സാധിച്ചു എന്നുള്ളതാണ്. സൂരജ് സാറിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഫെബ്രുവരി 2027 ശേഷം എൻ ചന്ദ്രശേഖരൻ ടാറ്റ ഗ്രൂപ്പിൻ്റെ ഭാഗമാവില്ല എന്ന് പറയുമ്പോൾ ഒരു ലീഡർഷിപ്പ് വാക്വം ഇതോടുകൂടി ക്രിയേറ്റ് ആവുകയാണ്. ഇൻവെസ്റ്റേഴ്സിനും മാർക്കറ്റ്സിനും ലെൻഡേഴ്സിനും ഒക്കെ വലിയ രീതിയിലൊരു അൺസർട്ടനിറ്റിയിലേക്കല്ലേ ടാറ്റ ഗ്രൂപ്പിനെ ഇത് തള്ളിവിടുന്നത്? ആദ്യം തന്നെ ഹാപ്പി മോർണിംഗ് തോമസ് ആൻഡ് ഹാപ്പി മോർണിംഗ് വ്യൂവേഴ്സ്. ഇന്ന് ഗോയിങ് ടു ബി എൻ എക്സൈറ്റിംഗ് ഡേ എന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഡേറ്റയുടെ കാര്യത്തിലാണ്. മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് ഉറപ്പില്ല. ഞാൻ ഇപ്പോഴും വലിയ രീതിയിൽ ഞാൻ പറയുന്നു, മാർക്കറ്റിൽ ഞാൻ കോഷ്യസ് ആണ്. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നിഫ്റ്റി ലെവലിനെക്കാളും എന്നെ കൂടുതൽ അലട്ടുന്നത് സ്മോൾ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് സ്പേസിലെ ഓവർ വാല്യുവേഷൻ അല്ലെങ്കിൽ സ്ട്രെച്ച്ഡ് വാല്യുവേഷൻ. ഓവർ വാല്യുവേഷൻ എന്ന് പറയുന്നതിനേക്കാളും സ്ട്രെച്ച്ഡ് വാല്യുവേഷൻ എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയുന്നു. എന്നാൽ ഇൻഡിവിജ്വൽ കമ്പനീസിൻ്റെ റിസൾട്ട്സ് നല്ല രീതിയിൽ വരുന്ന കാരണം ഇൻഡിവിജ്വൽ കമ്പനീസ് നല്ല രീതിയിൽ പെർഫോമും ചെയ്യുന്നു. ലെൻസ് കാർട്ടൊക്കെ അങ്ങനത്തെ രീതിയിലാണ് എന്നുള്ള. ബട്ട് എനിവേ, ഇന്നിപ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം തന്നെ എന്താണോ നമ്മൾ മാർക്കറ്റിൽ ഫിയർ ചെയ്തത്, എന്തായിരുന്നു ത്രെട്ട്? ആ ത്രെട്ട് എന്തായിരുന്നു? സംതിങ് ദാറ്റ് ക്യാൻ ടിൽറ്റ് ദ ഗ്ലോബൽ ഫണ്ട് ഫ്ലോ, അതായത് ഗ്ലോബൽ ലിക്വിഡിറ്റിയെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ശേഷിയുള്ള വെയിറ്റുള്ള മൈറ്റുള്ളതായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മൾ സാധാരണ പറയാറ് US-ലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയും. ഇപ്പോൾ US-ലെ ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ലിങ്ക് ചെയ്തിരിക്കുന്നത് US-ലെ ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ ഉയരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചതെന്നുള്ളത്. എന്നാൽ സന്തോഷകരമായിട്ടുള്ള കാര്യം, ഇന്നലെ വന്ന ജൂൺ CPI ഡേറ്റ അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻഫ്ലേഷൻ്റെ പ്രിൻ്റ് പറയുന്ന ഒരു ഇൻഫർമേഷൻ, കൺസ്യൂമർ പ്രൈസ് ഏതാണ്ട് കഴിഞ്ഞ കൊല്ലത്തിനേക്കാളും കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ 3.4% ഗ്രോ ചെയ്തു ജൂലൈയിൽ. കഴിഞ്ഞ കൊല്ലത്തിനേക്കാട്ടിലും 3.4%. ഹൗവെവർ ഇത് ജൂൺ ഫിഗർ വെച്ച് നോക്കുമ്പോൾ ജൂണിൽ 3.5%. അപ്പോൾ ജൂണ് 3.5%-ൽ നിന്നും ജൂലൈ എത്തുമ്പോഴത്തേക്കും 3.4% കുറയുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹ്യൂജ് തിങ്. അതിൽ ചെറിയൊരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇത്രയും വലിയൊരു എക്കണോമിയിൽ ആ ഇൻഫ്ലേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെരി ഫാബുലസ് സ്റ്റഫ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഇപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ഈ ഇറാനായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ US-ൽ CPI അല്ലെങ്കിൽ കൺസ്യൂമർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 2.4 ആയിരുന്നു എന്നുള്ളത്. അതിൽ നിന്നും ഇപ്പോൾ ഏതാണ്ട് 3.4 ആയി. ജൂണിൽ 3.5 ആയി എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞ ഡേറ്റയൊക്കെ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനാണ്.
ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ ഫ്യൂവൽ പ്രൈസസും ഫുഡ് പ്രൈസസും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് 3.4% പറയുന്നത്. നമ്മൾ സാധാരണ ഈ ഹെഡ്ലൈൻ ഇൻഫ്ലേഷനിൽ നിന്ന് മാറി കോർ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ മൈനസ് എപ്പോഴും വേരി ചെയ്തുകൊണ്ട്, അതായത് വളരെ ടെമ്പററി ആയിട്ട് വേരി ചെയ്യുന്ന 2 ഫാക്ടറുകളെ നമ്മൾ എടുത്തു മാറ്റുന്നു. ഏതൊക്കെയാണ്? ഫ്യൂവലും എനർജി പ്രൈസും. ഈ ഫ്യൂവലും എനർജി പ്രൈസും എടുത്തു മാറ്റി ഹെഡ്ലൈൻ ഇൻഫ്ലേഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് കിട്ടുന്നതാണ് കോർ ഇൻഫ്ലേഷൻ. ആ കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ജൂലൈയിൽ 2.5% ആണ്, ജൂണിൽ 2.6%. അപ്പോൾ കോർ ഇൻഫ്ലേഷനും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത് എന്നല്ല. അപ്പോൾ ഈ ഡേറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? മിക്കവാറും this data will force the Fed officials to hold the rates at around 3.6%. ഒരു പോസ്, ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്കിപ്പം മനസ്സിലാവുന്നത് എന്നുള്ള. ബട്ട് ഈവൻ ദെൻ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഫെഡിൻ്റെ ടാർജറ്റ് എന്ന് പറയുന്നത് 2%. ആ 2%-ക്കാട്ടിലും മുകളിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായി എന്നുള്ളത് നമ്മൾ പ്രത്യേകം തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മൾ US പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ, കോസ്റ്റ് ഓഫ് റെസ്റ്റോറൻറ്റ് മീൽസ്, കോസ്റ്റ് ഓഫ് കാർ മെയിൻ്റനൻസ് എല്ലാം ഈ പറയുന്ന പോലെ ഉയർന്ന് തന്നെ നിൽക്കുന്നു. അതായത് ആവറേജ് ആയിട്ട് ഈ ഫിഗേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ആനുവലി 3% വെച്ച് കൂടുകയാണ് എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇതൊരിക്കലും ഇപ്പോൾ കാർ മെയിൻ്റനൻസിൻ്റെ കാര്യം അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയറിൻ്റെ കാര്യമൊന്നും വളരെ ഡയറക്റ്റായിട്ട് ഗ്യാസ് പ്രൈസസിനെയോ അല്ലെങ്കിൽ AI ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം പ്രൈസ് റൈസ് ഉണ്ടോ? US പ്രൈസ് റൈസ് ഉണ്ട്. എന്നാൽ ഡേറ്റ സൂചിപ്പിക്കുന്നത് താൽക്കാലികമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഫെഡ് പ്രഷറൈസ്ഡ് ആയേക്കാം, ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാതെ ഇരിക്കാൻ എന്നുള്ള രീതിയിൽ. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാതിരിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുക എന്നുള്ളത് US വലിയ ആവശ്യമാണ്. കാര്യം അത് കൂട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള AI ട്രേഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ മിക്കതും കടമെടുത്ത് ചെയ്തുകൊണ്ടായതുകൊണ്ട് മിക്കവാറും അതിലൊരു അൺവൈൻഡിങ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. സോ ഫെഡ് ഒഫീഷ്യൽസ് വിൽ ബി ലുക്കിംഗ് ഫോർ എ റീസൺ നോട്ട് ടു റേസ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഗോ ഫോർ എ പോസ്, ആൻഡ് ദിസ് കുഡ് ബി ദ പോസിബിൾ റീസൺ എന്നും കൂടി നമ്മൾ പറയുന്നു എന്നുള്ളൂ. ബട്ട് ഈവൻ ദെൻ ഈ ഫെഡിൻ്റെ നീക്കം എന്തായിരിക്കാം എന്ന് നമുക്ക് മുഴുവനും ഇന്ന് പറയാറായിട്ടില്ല. കാര്യം ഇന്ന് മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. കാര്യം ഇന്ന് വൈകുന്നേരം എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ US PPP ഡേറ്റ, അതായത് US പ്രൊഡക്ഷൻ പ്രൈസ് PPI ഡേറ്റ, പ്രൊഡക്ഷൻ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഡേറ്റ വരാനുണ്ട്. അത് ഏതാണ്ട് ഓഗസ്റ്റ് 13-നാണ്. അത് ഇന്ന് വരും. അതും കൂടെ കഴിഞ്ഞാൽ മാത്രമേ എങ്ങനെയായിരിക്കും ഒരു FOMC ഫെഡിൻ്റെ സ്റ്റാൻസ് എന്നുള്ളത് നമുക്കൊന്ന് ആലോചിക്കാൻ പോലും പറ്റുള്ളൂ എന്നുള്ളതാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മാർക്കറ്റിൽ മാക്രോ എക്കണോമിക്കായിട്ട് വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. നമ്മൾ ബോണ്ട് മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. 10-year ബോണ്ട് ഈൽഡ് 4.664-ലേക്കായി. 30-year ബോണ്ട് ഈൽഡ് 5.239% തന്നെയാണ്. 2-year ബോണ്ട് ഈൽഡ് 4.186% തന്നെ നിൽക്കുന്നു. എന്നാലും വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ബോണ്ട് ഈൽഡിൽ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു PPI ഡേറ്റയും കൂടെ അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് വരുള്ളൂ. ബട്ട് അതും കഴിഞ്ഞിട്ട് ബോണ്ട് ഈൽഡ് ഉയർന്ന് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന് ഒന്നുകൂടി നമുക്ക് ശ്രദ്ധയോടുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഗ്ലോബൽ ഫണ്ട് ഫ്ലോൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ക്രൂഡിൻ്റെ കാര്യത്തിലും വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. $87 to 88 പെർ ബാരലിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഏഷ്യൻ മാർക്കറ്റ്സ് ഞാൻ രാവിലെ 8 മണിക്ക് നോക്കാൻ നേരത്തും വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. എക്സെപ്റ്റ് ദാറ്റ് കോസ്പി വാസ് അപ്പ് ബൈ അറൗണ്ട് 4% at 8 AM in the morning. കോസ്പിയുടെ കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ്. കോസ്ബി ഈസ് ബിഹേവിങ് മച്ച് ലൈക്ക് എ പെന്നി സ്റ്റോക്ക്. 2 ആഴ്ച മുമ്പേ ഏതാണ്ട് ഈ പറയുന്ന പോലെ മാർക്കറ്റ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വലിയൊരു ടേൺ അറൗണ്ട് കാണിച്ച് ഏതാണ്ട് ഒരു പുതിയ ബുൾ മാർക്കറ്റിലേക്ക് കയറിയതുപോലെയാണ് കോസ്പി കാണിക്കുന്നത് എന്നുള്ള. ബട്ട് കോസ്ബി എന്നൊന്നും റീഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം വളരെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇറ്റ് ഈസ് ബിഹേവിങ് ലൈക്ക് എ പെന്നി സ്റ്റോക്ക്. അപ്പം ഔട്ട്ലയർ ആയിട്ട് നിൽക്കുന്നത് കോസ്പി മാർക്കറ്റാണ്, പ്ലസ് 4% എന്നുള്ളത്. പിന്നെ നമുക്കറിയാലോ ഈ പറയുന്ന പോലെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും വലിയ രീതിയിൽ നമുക്കൊന്നും നോക്കാനില്ല. നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ഏതാ ഇപ്പോൾ Q1 ഏർണിങ്സ് ഒക്കെ ഏതാണ്ട് ഈ ആഴ്ചകളോളം മെയിൻ കമ്പനികളൊക്കെ വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടെ ഇവിടുത്തെ CPI ഡേറ്റയും വന്നിട്ടുണ്ട്. ജൂലൈ ഇൻഫ്ലേഷൻ പ്രിൻ്റ് വന്നേക്കുന്നത് 4.45% ആണ്. ജൂണിൽ 4.38% ആണ് എന്നുള്ള. അതായത് ഈ 4.45 ജൂലൈ ഡേറ്റ എന്ന് പറഞ്ഞ് 19 മാസത്തെ ഹൈ ആണ്. ബട്ട് ഈവൻ ദെൻ എനിക്ക് തോന്നുന്നില്ല
ദിസ് വിൽ മൂവ് ദ RBI നീഡിൽ. അതായത് RBIക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രിൻ്റ് ഒന്നും അതിനകത്ത് കാണുന്നില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യം. നമുക്ക് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൈക്രോ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ്. അതായത് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു മൊമെൻറ്റം കാണിച്ചു, അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുമോ എന്ന് വേണം നോക്കാൻ. ലോവർ ക്രൂഡ് പ്രൈസസ് സാധാരണ ബാങ്ക് സ്റ്റോക്സിനും ബാങ്ക് നിഫ്റ്റിക്കും പോസിറ്റീവായിട്ട് വരും. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതല്ലാതെ ഗ്ലോബൽ മാർക്കറ്റിലോ ഇന്ത്യൻ മാർക്കറ്റിലോ വലിയ ക്യൂസ് ഒന്നും കാണാനില്ല. അതുമാത്രമല്ല, ഇൻഫ്ലേഷൻ ഡേറ്റ US-ലായാലും ശരി ഇന്ത്യയിലായാലും ശരി ഓരോരോ സെൻട്രൽ ബാങ്ക്സിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇൻഫ്ലേഷൻ പ്രിൻ്റ് അത്രയ്ക്ക് ഡേഞ്ചറസ് ലെവലിൽ ആകുന്നുമില്ല എന്ന് പറയുന്നത് കാര്യങ്ങൾ ഏതാണ്ട് ഒരു ശാന്തതയിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇറാനും US-ഉം തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഒരു രീതിയിലും ഒരു വിട്ടുവീഴ്ച രണ്ട് ഭാഗത്തുനിന്നും വരുന്നില്ല. ക്രൂഡ് ഏതാണ്ട് $87-88 പെർ ബാരലിൽ തന്നെ നിൽക്കുന്നു, എന്നാൽ വലിയ രീതിയിൽ കയറുന്നുമില്ല. ഇതാണ് നമ്മൾ നോക്കുമ്പോൾ ഗ്ലോബൽ മാക്രോ എക്കണോമിക് ഡേറ്റ, അതുകൂടാതെ ഇന്ത്യൻ മൈക്രോ ഡേറ്റാസും കൂടി ഇത് തന്നെയാണ് എന്നുള്ള. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് ഇന്നൊന്നും അധികം ഗ്ലോബൽ ക്യൂസ് ഒന്നും പറയാനില്ല. ബട്ട് ഈവൻ ദെൻ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് പല പ്രേക്ഷകരും നമ്മുടെ അടുത്ത് ഒരുപാട് ഇന്നലെ രാത്രിയും വെളുപ്പിനും ഒക്കെ എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിപ്പുണ്ട്. അതായത് നമ്മൾ വേറെ ഒന്നുമല്ല, സ്പോട്ട്ലൈറ്റിൽ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് 158-year-old എംപയർ, അതായത് വൺ ഓഫ് ഇന്ത്യാസ് ലാർജസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് കോർപ്പറേറ്റ് ഗ്രൂപ്പ്, നോൺ ഫോർ ഇസ് ഹോണസ്റ്റി, ട്രസ്റ്റ്, straightforwardness, upright management of companies is at a governance crossroads. നമ്മൾ ഒരിക്കലും, അതായത് ഞാൻ ഈ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഈ പറയുന്ന ഫാമിലി അല്ലെങ്കിൽ ഹോണസ്റ്റി ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് എന്നും ചേരുന്നത്, അല്ലെങ്കിൽ 158-year-old എംപയർ, അല്ലെങ്കിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇന്ത്യൻ കോൺഗ്ലോമറേറ്റ്, അല്ലെങ്കിൽ ഓൾഡസ്റ്റ് ഫാമിലി ഗ്രൂപ്പ്, ബിസിനസ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ടാറ്റ ഗ്രൂപ്പിനെ കുറിച്ചാണ്. ഒരിക്കലും ടാറ്റ ഗ്രൂപ്പിനെ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യേണ്ടി വരുന്നു ഒരു പക്ഷേ ഇന്ത്യയിലുള്ള ഒരു സിറ്റിസനും വിശ്വസിച്ച് കാണൂല, ഇൻക്ലൂഡിങ് മീ എന്നുള്ള രീതി. കാര്യം ഇത്രയും വലിയൊരു ഇഷ്യൂസ് വരാൻ മാത്രം അതിനകത്ത് എന്താ ഉള്ളത് എന്നുള്ള. അപ്പോൾ പലപ്പോഴായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഈ ടോപ്പിക്ക് വളരെ ക്ലിയർ ആയിട്ട് എടുത്തൊരു സ്പെഷ്യൽ പ്രോഗ്രാമിൽ ടാറ്റയുടെ അതർ സൈഡ് ഓഫ് ടാറ്റ എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്രോഗ്രാം അവതരിപ്പിച്ചു എന്നുള്ള, തീർച്ചയായിട്ടും ആ പ്രോഗ്രാമിൻ്റെ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് വേർഷൻ നമ്മുടെ നാഷണൽ ലെവലിൽ തന്നെ വളരെ ക്യാച്ച് ചെയ്ത മൈഫിൻ്റെ ഒരു പ്രൊഡക്ഷൻ തന്നെ ആയിരുന്നു എന്നുള്ള നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വലിയൊരു ബിഗ് കൺഗ്രാജുലേഷൻസ് ഓൺ ദാറ്റ്. ബട്ട് ദാറ്റ് ഡെവിൾ ഈസ് ഗോയിങ് ടു ഹണ്ട് us ബാക്ക്. ഇപ്പോഴും ആ പ്രശ്നം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ടാറ്റയുടെ നമുക്ക് ലീനിയേജ് നോക്കാം. അതായത് നമ്മൾ ഈ ടാറ്റ, ദ മൈറ്റി ടാറ്റ ഗ്രൂപ്പ്, അത് ആരാ ഫൗണ്ട് ചെയ്തതെന്നറിയോ? വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള മുംബൈയിലെ ജംഷഡ്ജി നസറുവൻജി ടാറ്റ, അദ്ദേഹമാണ് ടാറ്റയുടെ ഫൗണ്ടറായിട്ട് വരുന്നത്. ഏതാണ്ട് 1868 മുംബൈയിലാണ് ഈ കമ്പനി കണ്ടുപിടിക്കുന്നത് എന്നുള്ള. അതായത് ഈ ടാറ്റയെ ബേസ് ചെയ്ത് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അതായത് ആ ടാറ്റയുടെ പല സ്റ്റോറികളും ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ നമുക്ക് വലിയ രീതിയിൽ പ്രൗഡ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ്സ് ആയിരുന്നു തോമസ്. അതായിരുന്നു ഇതിൻ്റെ ടാറ്റയുടെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത്. അതായത് ഈ മുംബൈ ഫോക്ക്ലോറിലൊക്കെ കേട്ട കഥകൾ എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് നമ്മൾ ഈ ടാറ്റയെക്കുറിച്ച് വായിക്കാൻ നേരത്ത്. അതായത് ഈ ജംഷഡ്ജി നസറുവാൻജി ടാറ്റയെ മുംബൈയിലെ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഹോട്ടൽ ഉണ്ടായിരുന്നു, വളരെ അപ്സ്കെയിൽ മുംബൈയിലെ വാറ്റ്സൺസ് ഹോട്ടൽ. ഈ വാറ്റ്സൺസ് ഹോട്ടലിലേക്ക് ഈ ജംഷഡ്ജിയെ എൻട്രി റെഫ്യൂസ് ചെയ്തിട്ട് അവർ പറഞ്ഞ കാരണങ്ങൾ എന്തറിയോ? ഈ ഹോട്ടലിലെ എൻട്രി യൂറോപ്യൻസിന് മാത്രമേ ഉള്ളൂ, വൈറ്റ്സിന്, വെള്ളക്കാരന് മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അന്ന് വാറ്റ്സൺസ് ഹോട്ടൽ പറഞ്ഞിരുന്നു, അവരുടെ റൂളായിട്ടെന്നുള്ളത്. അത് ജംഷഡ്ജിയെ വലിയ രീതിയിൽ ഒഫൻഡ് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടുന്ന് മുംബൈ ഫോക്ലോർ പറയുന്നത് അതായിരുന്നു ഒരു പക്ഷേ ജംഷഡ്ജിക്ക് ഒരു വലിയൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് ഹോട്ടൽ ദാറ്റ് ക്യാൻ വെൽക്കം പീപ്പിൾ ഫ്രം ഓൾ നാഷണാലിറ്റീസ്, ഓൾ റേസസ്, ആർക്കും വേണമെങ്കിൽ ഒരു കളറോ കാസ്റ്റോ ക്രീഡോ കമ്മ്യൂണിറ്റിയോ കൺട്രിയോ എന്നുള്ള രീതിയിൽ ആർക്കും ഒരു വകഭേദമില്ലാതെ എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാൻഡ് ഐക്കോണിക് ഹോട്ടൽ ഉണ്ടാക്കാനായിട്ട് ജംഷഡ്ജിയെ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് ഡിസംബർ 16 1903 ആദ്യത്തെ താജ് ഹോട്ടൽ, താജ് മുംബൈ പാലസ് നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പൊൻതൂവലായിട്ട് വരുന്നതെന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. അവിടെയാണ് ഈ പറയുന്ന പോലെ ടാറ്റ എന്ന് പറയുന്ന നമ്മുടെ പ്രൈഡ് അല്ലെങ്കിൽ ടാറ്റയുടെ ലെഗസി എന്ന് പറയും. ഈ ടാറ്റ ഫാമിലിയൊക്കെ ചേർന്ന് ഒരുപാട് കഥകൾ വന്നിട്ടുണ്ട്. അത് പലപ്പോഴായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ലിസ്റ്റഡ് സ്പേസിൽ കിടക്കുന്നുണ്ട്, അതിൽ പറയുന്നതായിരിക്കും നല്ല. അതായത് 1924 ടാറ്റ
ടാറ്റ സ്റ്റീലിനെ അന്ന് വിളിച്ചിരുന്നത് ടിസ്കോ, TISCO എന്നാണ് വിളിച്ചിരുന്നത്. അന്ന് ഈ വേൾഡ് വാർ 2 ഒക്കെ കഴിഞ്ഞിട്ട് ടാറ്റ സ്റ്റീൽ വലിയ രീതിയിൽ ഫണ്ടൊന്നും ഇല്ലാതായി, ബിസിനസ്സൊന്നും ഇല്ലാതെ വന്നു. കടം തീർക്കാൻ പൈസയില്ല, എംപ്ലോയീസിനും ലേബേഴ്സിനും ഒന്നും കൊടുക്കാനുള്ള കാശില്ലാത്ത രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് അന്നത്തെ ഒരു സമയം. ഡെപ്റ്റൊന്നും സെറ്റിൽ ചെയ്യാനായിട്ട് ഒന്നുമില്ല. അന്ന് ഈ ദൊരബ്ജി ടാറ്റ, ഈ സർ ദൊരബ്ജി ടാറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞില്ലേ ജംഷഡ്ജി നസറുദ്ദീൻ ടാറ്റയുടെ മകൻ, എൽഡസ്റ്റ് സൺ ആണ് ദൊരബ്ജി ടാറ്റ. അപ്പോൾ സർ ദൊരബ്ജി ടാറ്റയും അദ്ദേഹത്തിൻ്റെ വൈഫുമായ ലേഡി മെഹർബായ് ടാറ്റ, ഇവർ രണ്ടുപേർക്കും ഈ ടാറ്റ സ്റ്റീൽ അഥവാ അന്നത്തെ കാലത്തെ ടിസ്കോ പൊട്ടിപ്പോരുതെന്നും ഈ പറയുന്ന പോലെ എംപ്ലോയീസും അവിടെയുള്ള വർക്കേഴ്സിനൊന്നും സാലറി കൊടുക്കാതിരിക്കരുതെന്നും അല്ല കൊടുക്കണം എന്നും വലിയ താല്പര്യമായിരുന്നു. അതായത് ഈ കമ്പനി പൂട്ടാനേ പാടില്ല, എംപ്ലോയീസിനെയൊക്കെ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ അവർ നിശ്ചയിച്ചിരുന്നു എന്നുള്ള. അങ്ങനെയാണ് ഈ പറയുന്ന പോലെ ലേഡി മെഹർബായ്, അതായത് ഈ ജംഷഡ്ജിയുടെ എൽഡസ്റ്റ് സണ്ണായ സർ ദൊരബ്ജിയുടെ വൈഫായ ലേഡി മെഹർബായ് അവരുടെ പേഴ്സണൽ ജുവലറി കളക്ഷൻ കൊണ്ടുവന്ന് പ്ലഡ്ജ് ചെയ്താണ് കാശ് റേസ് ചെയ്തത്. ആ പ്ലഡ്ജ് ചെയ്തതിൻ്റെ കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡയമണ്ട് ആയിരുന്നു 254 ക്യാരറ്റ്, അതായത് എ സ്റ്റോൺ, എ ഡയമണ്ട് വിച്ച് ഈസ് ആസ് ട്വൈസ് ബിഗ് ആസ് കോഹിനൂർ ഡയമണ്ട് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത് എന്നുള്ള. അതുപോലും പണയം വെച്ച് ഏതാണ്ട് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 കോടി രൂപ കടമെടുത്തിട്ടാണ് ഈ ടാറ്റ സ്റ്റീലിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ തിരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ എംപ്ലോയീസിനൊക്കെ പൈസ കൊടുത്തു, ഡെപ്റ്റൊക്കെ ക്ലിയറാക്കി ആ കമ്പനി ആ ത്രെട്ട്, ആ ഒരു റിസഷൻ ത്രെട്ടിൽ നിന്നും മാറി വളരെ ഫ്ലറിഷ്ഡ് ആയിട്ട് വന്നു. ഇന്ന് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വെൽത്ത് ക്രിയേറ്റേഴ്സ് ഇൻ ഇന്ത്യ ആയിട്ട് മാറി എന്നുള്ള കഥ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ലേറ്ററായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരുടെയൊക്കെ കാലശേഷം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞില്ലേ ഈ 254 ക്യാരറ്റ് ഡയമണ്ട് എടുത്തിട്ട് അതിനെ ശരിക്കും പറഞ്ഞാൽ വിറ്റതിന് ശേഷമാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പല കഥകൾ ടാറ്റ ഫാമിലിയെ ബേസ് ചെയ്തിട്ട് വന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട് തോമസ്. അതിനകത്ത് ഈ രത്തൻ ടാറ്റ ഉണ്ടല്ലോ, ഈ രത്തൻ ടാറ്റ എന്ന് പറഞ്ഞാൽ പലർക്കും ഒരു വിചാരമുണ്ട് ഈ രത്തൻ ടാറ്റ ആരാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ജംഷഡ്ജി ടാറ്റ ഉണ്ടല്ലോ, ജംഷഡ്ജി നസറുദ്ദീൻ ടാറ്റ, അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ മക്കളുണ്ടായിരുന്നു. അതിൻ്റെ എൽഡർ സൺ എന്ന് പറഞ്ഞ് ദൊരബ്ജി ടാറ്റ, സർ ദൊരബ്ജി ടാറ്റ ആയിരുന്നു എൽഡർ സൺ. രണ്ടാമത്തെ ആൾ സർ രത്തൻജി ടാറ്റ. ഈ രണ്ടു പേർക്കും മക്കളില്ലായിരുന്നു. എന്നാൽ യങ്ങർ സൺ രത്തൻജി ടാറ്റ എന്ത് ചെയ്തു, രത്തൻജി ടാറ്റ മരിക്കും വരെ അവർക്ക് വേറെ മക്കളൊന്നുമില്ല. പക്ഷേ രത്തൻജി ടാറ്റയുടെ വൈഫ് ഈ പറയുന്ന പോലെ ഈ എന്താ പറയുക നമ്മുടെ ഈ നവജ് ഭായ് ടാറ്റ എന്നങ്ങാണ്ടാണ് ആ വൈഫിൻ്റെ പേരെന്നാണ് എൻ്റെ വിശ്വാസം, നവജ് ഭായ് ടാറ്റ. ഈ നവജ് ഭായ് ടാറ്റ എന്ന് പറഞ്ഞു ഈ പറഞ്ഞ പോലെ യംഗസ്റ്റ് സൺ രത്തൻജി ടാറ്റ, അതായത് ദൊരബ്ജിയുടെ ജംഷഡ്ജിയുടെ യംഗസ്റ്റ് സൺ സർ രത്തൻജി ടാറ്റയുടെ മരണത്തോടു കൂടി വൈഫായിട്ടുള്ള നവജ് ഭായ് വിചാരിച്ചു ഇവരുടെ ഈ പാഴ്സി ട്രഡീഷനൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഈ ബിസിനസ്സിൻ്റെ സക്സഷനൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഒരു മകനെ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഓർഫനേജിൽ നിന്ന് 13 വയസ്സായ ഒരു കുട്ടിയെ ദത്തെടുത്തതാണ് ഈ നമ്മൾ പറയുന്ന പോലെ നവൽ ടാറ്റ എന്ന് പറയുന്നത്. ഈ നവൽ ടാറ്റയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ ടാറ്റ ഫാമിലി ദത്തെടുക്കുന്നത്. ആ നവൽ ടാറ്റയ്ക്ക് വൈഫ് എനിക്ക് തോന്നുന്നു സൂണി, ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ ബയോളജിക്കൽ സൺ തന്നെയാണ് രത്തൻ ടാറ്റ എന്നത്. അപ്പോൾ രത്തൻ ടാറ്റയുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ 1998 അദ്ദേഹത്തിന് വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതുവരെ ടാറ്റ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഈ ട്രക്ക്, ബസ്, അതായത് ഹെവി കമേഴ്സ്യൽ വെഹിക്കിൾ ഉണ്ടാക്കുന്നതായിരുന്നു ഈ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനി. അവിടെ നിന്ന് നമ്മുടെ രത്തൻ ടാറ്റയ്ക്ക് വലിയൊരു ഡ്രീം ഉണ്ടായിരുന്നു, അതായത് ഒരു കാർ കൊണ്ടുവരണം. അങ്ങനെയാണ് ഇൻഡിക്ക എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ആ ഇൻഡിക്ക, ടാറ്റ ഇൻഡിക്ക എന്ന് പറയുന്ന കാറ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് വലിയ ഹിറ്റാക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷേ പ്രോജക്റ്റ് അങ്ങ് ഫെയിൽഡ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ കമ്പനി ഫേസ്ഡ് ഹെവി ലോസസ് ടാറ്റ മോട്ടോഴ്സ്. അങ്ങനെ ബോർഡ് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ പാസഞ്ചർ കാർ ഡിവിഷൻ നമുക്ക് വേണ്ട, നമുക്കത് വിറ്റേക്കാമെന്ന്. അങ്ങനെ ആരൊക്കെയോ പറഞ്ഞ് ഈ ഫോർഡ് അത് മേടിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ രത്തൻ ടാറ്റ എനിക്ക് തോന്നുന്നു 1999 ഡിട്രോയ് US പറഞ്ഞു. അവിടെ എനിക്ക് തോന്നുന്നു ബിൽ ഫോർഡ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ്. കാര്യം ചെയർമാൻ ഓഫ് ഫോർഡ് മോട്ടോഴ്സാണ് ഈ ബിൽ ഫോർഡ് എന്ന് പറയുന്നത്. ബിൽ ഫോർഡായിട്ട് മീറ്റിംഗ് ഒക്കെ പറഞ്ഞു. അവിടെ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒരു ബൈ ഔട്ടിന് വേണ്ടിയൊക്കെ വന്നപ്പം വളരെ എന്താ പറയുക ഹ്യൂമിലിയേറ്റ് ചെയ്താണ് വിട്ടതെന്നാണ് പറയുന്നത്. അതായത് ബില്ല് പറഞ്ഞ കാര്യം എന്നറിയോ, ബിൽ ഫോർഡ്, യു ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് കാർ, why did you start passenger car division? We are doing you a big favor
ബൈ ബൈയിങ് യുവർ കമ്പനി. അതായത് നിങ്ങൾ എന്തിനാണ് കാർ തുടങ്ങിയത്, നിങ്ങൾക്ക് കാറിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്നൊക്കെ ചോദിച്ച് വളരെ രീതിയിൽ കളിയാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് നിങ്ങളുടെ കാർ കമ്പനി ഞങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത് ബിൽ ഫോർഡിൻ്റെ വാക്കുകളായിട്ട് പലരും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബട്ട് എനിവേ അതിൽ വലിയ സങ്കടമായിട്ട് എനിക്ക് തോന്നുന്നു ആ മീറ്റിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രത്തൻ ടാറ്റ ഫ്ലൂ ഡൗൺ ടു ഇന്ത്യ. അത് കഴിഞ്ഞ് വളരെ ഫോക്കസ് ചെയ്ത് നെക്സ്റ്റ് ഡെക്കേഡ് കംപ്ലീറ്റ് ഈ ടാറ്റ കാർസിനെ അല്ലെങ്കിൽ ഈ ഇൻഡിക്കയെ ഹിറ്റാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇടഞ്ഞ് പരിശ്രമിച്ചു. അവസാനം ഇൻഡിക്ക വളരെ ഹിറ്റായി, കമ്പനിക്ക് വലിയ രീതിയിൽ ക്യാഷ് ഫ്ലോ വന്നു. അങ്ങനെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടേൺ അറൗണ്ട് വന്നു എന്നുള്ള. ഫാസ്റ്റ് ഫോർവേഡ്, കാലം എപ്പോഴും ഒരുപോലെ ഇരിക്കുമല്ലോ. 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, സബ് പ്രൈം ക്രൈസിസ് അല്ലെങ്കിൽ ലേമൻ ബ്രദേഴ്സ് പൊട്ടിപ്പോയ ക്രൈസിസിൽ അന്ന് റിസഷൻ അടിച്ച സമയത്ത് ഈ പറഞ്ഞ പോലെ ഫോർഡ് എന്ന് പറയുന്നത് ബാങ്ക്രപ്സിയുടെ ബ്രിങ്കിലേക്ക് ചെന്നെത്തി. അപ്പോൾ അവർക്ക് ലക്ഷറി ബ്രാൻഡായ ജാഗ്വർ ലാൻഡ് റോവർ കൊണ്ടു നടക്കാൻ അവർക്ക് പറ്റിയില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള സത്യം എന്ന് പറയുന്നത്. അപ്പോൾ രത്തൻ ടാറ്റ ഉടനെ ചാടി വീണു. എനിക്ക് തോന്നുന്നു $2.3 ബില്യൺ തോന്നുന്നു ഈ പറയുന്ന പോലെ ടാറ്റാസ് അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് JLR അഥവാ ജാഗ്വർ ലാൻഡ് റോവർ മേടിക്കാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ബിൽ ഫോർഡും ടീമും കൂടെ ഇന്ത്യയിലേക്ക് ഫ്ലൈ ചെയ്ത് രത്തൻ ടാറ്റയെ കണ്ടു എന്നാണ് പറഞ്ഞത്. ബട്ട് ചരിത്രം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തിരുത്തി പറയിപ്പിച്ചു. അതായത് ബിൽ ഫോർഡ് അന്ന് പറഞ്ഞത് എന്താണെന്നറിയോ, യു ആർ ഡൂയിങ് എസ് എ ബിഗ് ഫേവർ ബൈ ബൈയിങ് അവർ കമ്പനി എന്നുള്ള രീതി. അങ്ങനെ JLR എന്ന് പറയുന്ന ഐക്കോണിക് ബ്രാൻഡ് നേരെ ടാറ്റ മോട്ടോഴ്സിൻ്റെ കീഴിലേക്ക് വന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ടാറ്റാസ്. ഇതാണ് ടാറ്റ എന്ന് പറയുന്ന എംപയർ. ദാറ്റ് ഈസ് ദ ഇന്ത്യാസ് പ്രൈഡ് ആൻഡ് ലെഗസി ഓഫ് ടാറ്റ ഫാമിലി. നൗ അണ്ടർ ദ ക്ലൗഡ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് വെച്ച് വായിക്കാം. വലിയൊരു കോയിൻസിഡൻസ് ഉണ്ട്. നമ്മൾ എല്ലാ ദിവസവും ഇറാനെ കുറിച്ച് പറയുക എന്നുള്ളത് നമ്മുടെ തലവിധിയാണെന്ന് തോന്നുന്നു. നമ്മൾ ഇറാൻ US-ൻ്റെ വാർ ആണല്ലോ. നമ്മളിപ്പോൾ 2-3 ഫെബ്രുവരി 27-28 മുതൽ നമ്മൾ നിർത്താതെ എല്ലാ ഓപ്പണിംഗ് ഹൗസിനും പറയണേ. ഇന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇൻഡയറക്ട്ലി. ഇതുവരെ ഞാൻ ഇറാൻ വാക്ക് ഉപയോഗിച്ചില്ല. ബട്ട് ഈ പാർസി എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ് എന്താണെന്നറിയോ, പേർഷ്യ എന്നർത്ഥം. അതായത് ഏൻഷ്യൻ്റ് ഇറാൻ, അതായത് പാർസീസിൻ്റെ വരവ് ഇറാനിൽ നിന്നാണ് എന്നുള്ളതും കൂടെ വളരെ ഒരു മിയർ കോയിൻസിഡൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ടാറ്റയിൽ സംഭവിക്കുന്നത്, ടാറ്റ ഫാമിലിയിലെ ഇഷ്യൂസ് എന്താണ്, ടാറ്റയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഇന്ത്യാസ് പ്രൈഡ് എന്നുള്ള രീതിയിൽ കേൾക്കുന്ന സ്റ്റോറി അല്ലാതെ ഏതെങ്കിലും ഒരു ഡാർക്ക് സൈഡ് ഉണ്ടോ, ദ അതർ ഫേസ് ഓഫ് ടാറ്റാസ്? അതാണ് നമുക്ക് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അതായത് നമ്മൾ ഇതിനൊക്കെ പറയാൻ ഉദ്ദേശിച്ചാൽ നമ്മൾ പലപ്പോഴായിട്ട് ഈ ടാറ്റയുടെ ഇഷ്യൂസ് നമ്മൾ സ്പോട്ട്ലൈറ്റിലും അല്ലാതെ തന്നെ ഈ പറയുന്ന പോലെ നമ്മൾ സ്പെഷ്യൽ പ്രോഗ്രാംസിലും ഒക്കെ അവതരിപ്പിച്ചിരുന്നു. ഇന്നലെ ഫൈനലി ദാറ്റ് ഹാപ്പൻഡ്. അതായത് ടാറ്റ സൺസിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള നടരാജൻ ചന്ദ്രശേഖർ അല്ലെങ്കിൽ N ചന്ദ്ര, നമ്മൾ സാധാരണ ചന്ദ്ര എന്നാണ് നമ്മൾ ഈസിനെസ്സിന് വേണ്ടി വിളിക്കുന്നത്. അദ്ദേഹം ഒഫീഷ്യലി 12 ഓഗസ്റ്റ് 2026 അദ്ദേഹം ടാറ്റ സൺസിൻ്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. ഈ രാജിവെച്ചു എന്നുള്ള ഹെഡ്ലൈൻ അവിടെ നിൽക്കുമ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിനെ രാജിവെച്ചു എന്നല്ല കാണേണ്ടത്. ശരിക്കും ഞാനത് കണ്ടത് അദ്ദേഹത്തിൻ്റെ തേർഡ് ടേമായിട്ട് അദ്ദേഹത്തിനെ എലക്ട് ചെയ്യേണ്ട ആ ഒരു പൊസിഷൻ അദ്ദേഹം ഡിക്ലൈൻ ചെയ്തു എന്നുള്ള രീതിയിലും കൂടെ നമുക്ക് വായിക്കാം. രണ്ടാമത് നമുക്ക് വായിക്കാം, ഹീ ചോസ് നോട്ട് ടു റീഅപ്പോയിൻറ്റ് ഹിംസെൽഫ് ആസ് ദ ചെയർമാൻ ഓഫ് ടാറ്റ സൺസ്. അത് മാത്രമല്ല വേറെ രീതിയിലും കൂടെ വായിക്കാം, ഹീ ഡസൻ വോണ്ട് ടു സീക്ക് എക്സ്റ്റൻഷൻ ആസ് ദ ചെയർമാൻ ഓഫ് ടാറ്റ സൺസ്. കാര്യം അതായിരിക്കാം കറക്റ്റ്. ഒരു പക്ഷേ ഈ ഡിസിഷൻ റിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കമ്പൽഷനിൽ റിസൈൻ ചെയ്ത പോലെ ഇരിക്കും. എന്നാൽ നമ്മൾ ആ ന്യൂസിനെ വായിക്കേണ്ടത് N ചന്ദ്രയ്ക്ക് ചില കാര്യങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലാത്ത കാരണം ഹീ ചോസ് ടു സ്റ്റെപ്പ് എവേ എന്നുള്ള രീതിയിലായിരിക്കാം ഞാൻ ഈ ന്യൂസിനെ കാണുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള മൈഫിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് 1987 ഈ N ചന്ദ്ര അല്ലെങ്കിൽ ചന്ദ്ര ഈ ടാറ്റ ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. 2009 TCSൻ്റെ CEO ആയിട്ട് ചാർജ് എടുത്തു എന്നുള്ള കാര്യവും നിനക്കറിയാം. അതായത് 2017 എനിക്ക് തോന്നുന്നു ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ടാറ്റ സൺസ് ചെയർമാൻ. നമുക്കറിയാലോ അന്ന് നമുക്ക് വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ സൈറസ് മിസ്ത്രി എന്ന് പറഞ്ഞാൽ ടാറ്റയായിട്ട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഷപ്പൂർജി പല്വൻജി ഫാമിലിയുടെ മകനായ ഈ സൈറസ് മിസ്ത്രി ആയിരുന്നു അന്നത്തെ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള എക്സിറ്റ് 2017 നടന്നപ്പോൾ അതിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് TCSൻ്റെ CEO ആയിട്ടുള്ള N ചന്ദ്രശേഖരനെ ടാറ്റ സൺസിൻ്റെ ചെയർമാനായിട്ട്. എന്താണ് ഈ ടാറ്റ സൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രൂപ്പ് കമ്പനി, ദ ഹോൾഡിംഗ് കമ്പനി ഓഫ് ഓൾ ദ 26 ലിസ്റ്റഡ് ടാറ്റ കമ്പനി. നമ്മൾ കാണുന്ന ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, ടൈറ്റൻ, ട്രെൻഡ് ഇതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന
പ്രൊമോട്ടർ കമ്പനി, അതായത് ഈ കമ്പനികളുടെ ഈ ലിസ്റ്റഡ് കമ്പനിയുടെയൊക്കെ ഷെയർ ഹോൾഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ FIIs, DIIs, മ്യൂച്വൽ ഫണ്ട്സ്, റീറ്റെയിൽ പബ്ലിക് ഷെയർ ഹോൾഡർ കൂടാതെ പ്രൊമോട്ടർ എൻറ്റിറ്റി ആയിട്ടുള്ള പേര് കാണുന്നത് ടാറ്റാ സൺസ് എന്നാണ്. ആ ടാറ്റാ സൺസിൻ്റെ കാര്യമാണ് നമ്മൾ ഈ പറയണേന്നുള്ള. ആ ടാറ്റാ സൺസിൻ്റെ ചെയർമാൻ സ്ഥാനമാണ് അദ്ദേഹം വെച്ചതെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം വന്ന് ചാർജ് എടുത്തതിന് ശേഷം ഒരുപാട് ഈ TCS ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ടെക്നോളജിയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് മിക്കവാറും ഈ പറയുന്ന പോലെ സെമി കണ്ടക്ടറിൻ്റെ കാര്യത്തിലായാലും ശരി, ഇലക്ട്രോണിക് മാനുഫാക്ചറിൻ്റെ കാര്യത്തിലായാലും ശരി, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലായാലും വളരെ വലിയ സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ടാറ്റ ഗ്രൂപ്പ് കമ്പനിയുടെ കമ്പൈൻഡ് റവന്യൂ ഏതാണ്ട് $185 to $200 billion ക്രോസ് ചെയ്തു എന്നും മാത്രമല്ല അവരുടെ മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് $277 billion മുതൽ $300 billion വരെ ആക്കിയ ഒരു ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട്. ഏതാണ്ട് 3.5 ടൈംസ് മാർക്കറ്റ് ക്യാപ്പാണ് എൻ ചന്ദ്രയുടെ കീഴിൽ വന്നതെന്നുള്ള. അത് മാത്രമല്ല വലിയ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ സെമി കണ്ടക്ടർ, എനിക്ക് തോന്നുന്നു 91,000 crore ഇദ്ദേഹത്തിൻ്റെ കീഴിൽ. 91,000 crore ഇസ് എ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതൊക്കെ ഈ സെമി കണ്ടക്ടർ ഫാക്ടറിക്ക് വേണ്ടി ഇട്ടു. EV പവർ പ്ലാന്റുകൾ, EV ബാറ്ററി പ്ലാന്റുകൾ ഉണ്ടാക്കി. പിന്നെ ടാറ്റ ന്യൂ എന്ന് പറയുന്ന സൂപ്പർ ആപ്സ് കൊണ്ടുവന്നു. പിന്നെ ഈ റീറ്റെയിൽ ഡിവിഷൻ ഓൺലൈനായിട്ടുള്ള ബിഗ് ബാസ്ക്കറ്റ്, ടാറ്റ 1MG, പിന്നെ ക്രോമ എന്ന് പറയുന്ന ഇതൊക്കെ കൊണ്ടുവന്നു, വലിയ രീതിയിലേക്കൊക്കെ കൊണ്ടുവന്നു എന്നുള്ള അറിയാം നമുക്ക്. പക്ഷേ ഒരു കാര്യം അറിയാം, ഈ പറഞ്ഞ പോലെ ഈ പുതിയ വെഞ്ചറൊന്നും ഈ പറയുന്ന പോലെ വേണ്ട രീതിയിൽ ക്ലിക്കായില്ല, എല്ലാം ലോസ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. 69 കൊല്ലത്തിന് ശേഷം ടാറ്റ എയർലൈൻ പണ്ട് നമ്മൾ പേര് കേട്ടിരുന്ന എയർ ഇന്ത്യയെ തിരിച്ച് ടാറ്റ ഫോർഡിലേക്ക് കൊണ്ടുവന്നതും എൻ ചന്ദ്രയുടെ കീഴിലായിരുന്നു എന്നുള്ള. ബട്ട് പുതിയ ബിസിനസ് ഒന്നും വേണ്ട രീതിയിൽ ക്ലച്ച് പിടിച്ചില്ല എന്നുള്ള. അതായത് ടാറ്റ സൺസിന് നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ എഫിഷ്യൻസി പറയുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണല്ലോ. ലിസ്റ്റഡ് കമ്പനികളുടെ ആവറേജ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നോക്കുമ്പോൾ 25% ആണെങ്കിൽ ഈ അൺലിസ്റ്റഡ് ബിസിനസ്സുകളുടെ എല്ലാം ROCE -5.56% ആയിരുന്നു എന്നുള്ള. അതായത് കമ്പനി റിട്ടേൺ ഓൺ ഇട്ട ക്യാപിറ്റലിന് എംപ്ലോയ് ചെയ്ത റിട്ടേൺ എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനീസിന് നന്നായിരുന്നു. ബട്ട് അൺലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി വേണ്ട രീതിയിൽ ക്യാച്ചപ്പ് ചെയ്തില്ല. നമുക്കറിയാലോ ഈ ടാറ്റ ന്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സൂപ്പർ ആപ്പ് ആണെങ്കിലും നമ്മൾ അധികം ആരും അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ള. ഇവിടെ തന്നെ ഈ ടാറ്റയുടെ ഡിജിറ്റൽ റീറ്റെയിലിംഗ് കമ്പനിയായ ക്രോമ, നമ്മളിവിടെ ഈ ബിസ്മി അല്ലെങ്കിൽ ചിറ്റിലപ്പള്ളി, പിട്ടാപ്പള്ളിൽ അല്ലെങ്കിൽ അജ്മൽ ബിസ്മിയൊക്കെ പറയുമ്പോഴും നമ്മൾ ഈ പറയുന്ന പോലെ ഓക്സിജനൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരിക്കലും ഈ ക്രോമയെ പോയി വാങ്ങിക്കുന്നു എന്ന് അധികം കേൾക്കാറില്ല എന്നുള്ളത്. വേണ്ട രീതിയിൽ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോൾ ഇതിന് ടാറ്റയുടെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് ടാറ്റ സൺസിൻ്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ടാറ്റ സൺസിൻ്റെ കോർപ്പറേറ്റ് ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ 66% ഹോൾഡ് ചെയ്യുന്നത് ടാറ്റയുടെ 2 ട്രസ്റ്റാണ്, 2 ഫിലന്ത്രോഫിക്കൽ ട്രസ്റ്റാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സർ ദൊരജി ടാറ്റ ട്രസ്റ്റ്, 2 സർ രത്തൻ ടാറ്റ ട്രസ്റ്റ്. ഇവർ 2 പേരും കൂടെ ചേർന്ന് 66% മെജോറിറ്റി ഷെയർ ഹോൾഡർ ടാറ്റ സൺസിൽ ഇവരാണ് എന്നുള്ള. ഇതിലൊരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഈ ടാറ്റ സൺസിൻ്റെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പ്രകാരം ഇതിനകത്ത് അതായത് ഈ 2 ട്രസ്റ്റും ഫിലന്ത്രോഫിക് ട്രസ്റ്റും കൂടെ ചേർന്ന് ക്യാൻ ജോയിൻ്റ്ലി നോമിനേറ്റ് 1/3 ഓഫ് ദ ഹോൾഡിംഗ് ഫേംസ് ഡയറക്ടർ. ഈ ടാറ്റ സൺസിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ 1/3 നിശ്ചയിക്കാൻ ഇവർക്ക് 2 പേർക്കും 2 ട്രസ്റ്റിനുമാണ് അധികാരം, ആസ് ലോങ് ആസ് ഇവരുടെ കമ്പൈൻ ഷെയർ ഹോൾഡിംഗ് മിനിമം 40% എങ്കിലും ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിലാണ് മനസ്സിലാകുന്നത്. അതായത് ഈ പറയുന്ന പോലെ ഇത്രയും വലിയ $277 to $300 billion എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ, ടാറ്റ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് 2 ഫിലന്ത്രോഫിക് ട്രസ്റ്റാണ് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നുള്ള. ഇത് കൂടാതെ വേറൊരു ഫാമിലിയും കൂടെ ഈ ടാറ്റ സൺസിനകത്തുണ്ട്. അതാണ് ഷപ്പൂർജി പല്ലുവഞ്ചി ഗ്രൂപ്പ്. അവർക്ക് ഏതാണ്ട് 18.57% സ്റ്റേക്ക് ഉണ്ടെന്നാണ്. ഇത് കൂടാതെ ഈ ടാറ്റ കമ്പനീസ് ഉണ്ടല്ലോ, നമ്മുടെ ലിസ്റ്റഡ് കമ്പനീസായ ടാറ്റ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കെമിക്കൽസ്, ടാറ്റ പവർ, ഇവർക്കൊക്കെ ക്രോസ് ഹോൾഡിംഗ് മദർ കമ്പനിയിലുണ്ട്, പാരൻറ്റ് കമ്പനിയിലുണ്ട്. അതെല്ലാം കൂടെ ചേർന്ന് എനിക്ക് തോന്നുന്നു 9% ആണ് വരുന്നത്. പിന്നെ 7% കുറച്ച് ഒരു റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതൊക്കെ കൂടെ ചേർന്നാണ് ഈ ടാറ്റ സൺസിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്നുള്ളത് നമ്മൾ എടുത്തു പറയുന്നു എന്നുള്ള. അപ്പോൾ ഈ ടാറ്റ സൺസ് എന്ന് പറയുന്ന കമ്പനിക്ക് റവന്യൂ എങ്ങനെയാണ്? ടാറ്റ സൺസിൻ്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ ടാറ്റ ഈ കമ്പനികളുടെയൊക്കെ ഹോൾഡിംഗ് കമ്പനിയാണല്ലോ, ഈ കമ്പനികളിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് ഇതിൻ്റെ വലിയൊരു ഇൻകമാണ്. ഇത് കൂടാതെ ഏതെങ്കിലും സ്റ്റേക്ക് ഇവർ ടാറ്റ സൺസ് അവരുടെ സബ്സിഡറി കമ്പനിയിൽ വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻസും ഇവർക്കൊരു റവന്യൂ ആണ്. അതുമാത്രമല്ല ചെറിയ ചെറിയ ഫീ ഇൻകം, മാനേജ്മെൻറ്റ് ഫീ ഇൻകം ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ ടാറ്റ സൺസിന് റവന്യൂ വരുന്നതെന്നുള്ള. ഒരു ഉദാഹരണം പറയാം. ഡിവിഡൻഡ് ആണല്ലോ ഇവരുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്. TCSയിൽ നിന്ന്, അതായത് ഈ ടാറ്റ സൺസിൻ്റെ 77% TCSൻ്റെ ഡിവിഡൻഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ TCSൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു
ടാറ്റ സൺസിൻ്റെ ഓപ്പറേറ്റിംഗ് റവന്യൂവിൻ്റെ 80-85% ഈ പറയുന്ന പോലെ TCSൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതായത് TCSൽ എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ ഈ 77% കൊണ്ട് സ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു ഈ ടാറ്റ സൺസിന് TCSനകത്ത്. അപ്പോൾ ഈ TCSന് ഡിവിഡൻഡ് 2024-25 ടാറ്റ സൺസിന് കിട്ടിയത് 32,184 കോടിയാണ്. എന്നാൽ 2025-26 32,100 കോടിയിൽ നിന്നും കുറഞ്ഞു 28,290 കോടിയാണ് കുറഞ്ഞു. കാര്യം വെച്ചാൽ ടാറ്റ വലിയ രീതിയിൽ പ്രോഫിറ്റബിൾ ഉണ്ടാക്കിയില്ലല്ലോ. ഈ 2026 ഈ AI ഇഷ്യൂ ഒക്കെ ഉണ്ടുകൊണ്ട് TCSന് വലിയ പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡിവിഡൻഡ് കുറഞ്ഞു. ബട്ട് ഈവൻ ദെൻ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ ഇൻകം ഫോർ ടാറ്റ സൺസ് ആണെന്നുള്ളത് യാതൊരു സംശയവും ഇല്ല എന്നുള്ള. പിന്നെ നമുക്കറിയാമല്ലോ പല കമ്പനികളും ഇപ്പോൾ ടാറ്റ സ്റ്റീൽ, ടാറ്റ സൺസ് ഏതാണ്ട് 3.6% എനിക്ക് തോന്നുന്നു ഡിവിഡൻഡ് അവർ കൊടുക്കുന്നത് 1,427 രൂപയാണ് ടാറ്റ സ്റ്റീൽ ടാറ്റ സൺസിന് കൊല്ലം ഡിവിഡൻഡ് കൊടുക്കുന്നത്. ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലോ 887 crores ആണ് ഡിവിഡൻഡ് കൊടുക്കുന്നത്. അങ്ങനെ ടാറ്റ ഗ്രൂപ്പ് കമ്പനി അതിൽ ബേസിക്കലി TCS ആണ് ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്നത്. ഈ ഡിവിഡൻഡ് എല്ലാം കൂടെ ചേർന്നാണ് ടാറ്റ സൺസിന് വലിയൊരു റവന്യൂ വരുന്നത് എന്നുള്ള. അപ്പോൾ ടാറ്റ സൺസിന് ഈ പറയുന്ന പോലെ ഒരു റവന്യൂ നമ്മൾ കൊല്ലം നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 42,367 കോടിയുടെ റവന്യൂ ഇവർക്കുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 31,961 crore. കിട്ടണതിൻ്റെ ഭൂരിഭാഗം ഇവർക്ക് പ്രോഫിറ്റാണ്. കാര്യം ഇവർക്ക് വേറെ എംപ്ലോയീസ് ഒന്നുമില്ല. കാര്യം വലിയ രീതിയിൽ പ്ലാന്റ് മാനുഫാക്ചറിങ് ഒന്നുമില്ലല്ലോ, കുറേ കമ്പനിയുടെ പ്രൊമോട്ടറാണെന്നല്ലോ. അപ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നതൊക്കെ ഭയങ്കര ലാഭമാണ്. കുറേയൊക്കെ ടാക്സ് ഒക്കെ എഴുതി തള്ളിയതിന് ശേഷം ഇവർക്ക് നല്ല രീതിയിൽ ഡിവിഡൻഡ് കിട്ടും. ഈ ടാറ്റ സൺസ് തിരിച്ച് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഡയറക്റ്റ് ഷെയർ ഹോൾഡേഴ്സ്, അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അതായത് ഒരു ഷെയറിന് അവർ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡ് എത്രയെന്നറിയോ? 1,10,770. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കയ്യിൽ ടാറ്റ സൺസിൻ്റെ ഷെയർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു കൊല്ലം കിട്ടുന്ന ഡിവിഡൻഡ് എത്രയാണെന്നുള്ളത്. അതായത് എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം 4,475 കോടി ടാറ്റ സൺസ് തന്നെ ഡിവിഡൻഡായിട്ട് കൊടുക്കുന്നു. മറ്റുള്ള കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയിട്ട് ഈ ഡിവിഡൻഡ് എല്ലാം കൂടെ ചേർത്ത് വെച്ച് എക്സ്പെൻസൊക്കെ കളഞ്ഞ് പ്രോഫിറ്റിൽ നിന്നും ഇവരുടെ ഷെയർ ഹോൾഡേഴ്സിന് നല്ല രീതിയിൽ കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായെന്നുള്ള. ഈ ഡിവിഡൻഡ് ഈ പറയുന്ന പോലെ ഈ TCS എന്നൊക്കെ ഡിവിഡൻഡ് എടുത്തു പോകുന്ന കാര്യത്തിൽ ആയിരുന്നു നമ്മളൊരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്തത്. അതായത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു കമ്പനിയെ നമ്മൾ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താണെന്നറിയോ? അതായത് ഈ കമ്പനി നല്ല രീതിയിൽ റവന്യൂ ഉണ്ടാക്കുന്നു. ആ റവന്യൂന്ന് എക്സ്പെൻസൊക്കെ കഴിച്ച് ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും കടം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ അടച്ച് നമ്മളൊരു നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ നല്ല ക്യാഷ് ഫ്ലോ ഉണ്ടാക്കുന്നു. ആ ക്യാഷ് ഫ്ലോ നിന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ക്യാഷ് ഫ്ലോ എടുത്ത് ഈ കമ്പനിയിൽ റീഇൻവെസ്റ്റ് ചെയ്ത്, അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 15% 20% ആണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ അർത്ഥം കമ്പനിക്ക് ക്യാപിറ്റൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർസെൻറ്റേജിൽ റിട്ടേണും പ്രോഫിറ്റും ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാമെന്നിരിക്കെ എന്തുകൊണ്ട് ഈ പൈസ തിരിച്ചിട്ട് കമ്പനി ഗ്രോ ചെയ്യുന്നില്ല? അല്ലെങ്കിൽ ഇത്രയും പൈസ ഇവർക്ക് ക്യാഷ് ഫ്ലോ ആയിട്ട് TCSന് വന്നല്ലോ, ഇവർക്ക് OpenAIയിലോ ആന്ത്രോപ്പിക്കിലോ NVIDIയയിലോ സ്റ്റേക്ക് എടുക്കാമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെമി കണ്ടക്ടർ ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളിൽ സ്റ്റേക്ക് എടുക്കാമല്ലോ. TSMCയിൽ സ്റ്റേക്ക് എടുക്കാമായിരുന്നല്ലോ, ASMLൽ സ്റ്റേക്ക് എടുക്കാമായിരുന്നല്ലോ, SK ഹൈനിക്സിലോ സാംസങ് ഇലക്ട്രോണിക്സിലോ മെമ്മറി കമ്പനിയായ മൈക്രോണിലോ പലാൻഡറിലോ ഒക്കെ സ്റ്റേക്ക് എടുക്കാമായിരുന്നല്ലോ. ഒരിടത്തും സ്റ്റേക്ക് എടുത്തില്ല. ഈ TCS എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ടാറ്റ സൺസിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തുകൊണ്ടിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഞാനൊരു ഷെയർ ഹോൾഡറാണ്, എൻ്റെ ഒരു ഷെയർ ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കിട്ടുമ്പോൾ ഞാൻ സന്തോഷിക്കും, ഞാൻ ആ ഡിവിഡൻഡ് ഈൽഡിനെ കുറിച്ചൊക്കെ സംസാരിക്കും. പക്ഷേ നമ്മുടെ കമ്പനി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുന്നതാണല്ലോ ഈ TCS എന്ന് പറഞ്ഞാൽ. അതിനകത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്ന ക്യാഷ് ഫ്ലോ ഡിവിഡൻഡായിട്ട് പുറത്തോട്ട് വിടുമ്പം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അതിൻ്റെ പ്രൊമോട്ടറാണ്, ലാർജസ്റ്റ് ഷെയർ ഹോൾഡറാണ് കിട്ടുന്നത്. അതായത് നമ്മൾക്ക് ആ കമ്പനിയിൽ തന്നെ അവർ തിരിച്ച് റീഇൻവെസ്റ്റ് ചെയ്ത് കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇക്വിറ്റി ഹോൾഡിങ്ങിന് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയറിൻ്റെ വാല്യൂ ക്യാപിറ്റൽ അപ്രീസിയേഷൻ നല്ല രീതിയിൽ നടന്നേനെ. അതിന് പകരം നമുക്ക് തുച്ഛമായ ഒരു ഡിവിഡൻഡ് തന്ന് വലിയ പൈസ പ്രൊമോട്ടർ കമ്പനിയായ ടാറ്റ സൺസിന് കൊടുക്കുന്നതുകൊണ്ട് വിരോധമായിട്ടല്ല, കൊടുക്കുന്നത് വിരോധമല്ല. ഈ ടാറ്റ സൺസ് കിട്ടുന്ന കാശ് എന്ത് ചെയ്യുന്നറിയോ? അവർ ഈ അൺലിസ്റ്റഡ് ബിസിനസ്സിലേക്കാണ് ഇടുന്നത്. അൺലിസ്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിൽ തുടങ്ങേണ്ട കുഴപ്പമില്ല. ഈ ടാറ്റ ഇലക്ട്രോണിക്സ് പോലെയുള്ള ഇപ്പം ആപ്പിളിന് ഐഫോൺ ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ. ഇപ്പം നമുക്കറിയാലോ പ്യുവർ പ്ലേ സെമി കണ്ടക്ടർ ചിപ്പ് സ്റ്റോക്ക് നമുക്ക് ഇന്ത്യയിലില്ല. ടാറ്റാസ് സെമി കണ്ടക്ടറും മോസാറ്റ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. 91,000 crores ആണ് ഈ സെമി കണ്ടക്ടറിന് വേണ്ടി ചിപ്പിന് വേണ്ടി മാത്രം ഇവർ മാറ്റിവെക്കുന്നത്. ആ കമ്പനിയുടെ ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ് ഒരിക്കലും നമുക്ക് തരില്ല. അതിനെ അൺലിസ്റ്റഡ് ആയിട്ട് വയ്ക്കും. അൺലിസ്റ്റഡ് ആയിട്ട് വെച്ച് ഇത് വലിയ സ്കെയിലായതിനു ശേഷം വലിയൊരു മാർക്കറ്റ് ക്യാപ്പിലും വലിയ വാല്യുവേഷനിലും വലിയൊരു IPO റേറ്റിലും ആയിരിക്കും നമുക്ക് തരുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രത്യേകത. അപ്പം TCS നിന്ന്
ആ പൈസ അതിനകത്ത് തന്നെ ഇട്ടിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള ഷെയർ ഹോൾഡർ ഗുണം വന്നതിന് അതിന് പകരം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് തുച്ഛമായ പൈസ കിട്ടും, വലിയൊരു പൈസ ഇവർക്ക് കിട്ടും. ആ പൈസ ഇവരെടുത്തുകൊണ്ട് പോയി അൺലിസ്റ്റഡ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് വലുതാക്കി മുന്നോട്ട് പോയി IPO വരുമ്പോൾ നമ്മളെ ഒന്നും ഒരു മൈൻഡ് ചെയ്യത്ത് പോലും ഇല്ലെന്നുള്ള ഒരു ഉദാഹരണം പറയാം. ഇതിനകത്ത് ഇൻഫോസിസ് ലിസ്റ്റ് ചെയ്യണമെന്നറിയോ? എനിക്ക് തോന്നുന്നു ഇൻഫോസിസ് ലിസ്റ്റ് ചെയ്യണത് 1993-94 ഈ IT-യിലെ ബൂം കംപ്ലീറ്റ് ഇൻഫോസിസിൻ്റെ ഷെയർ ഹോൾഡേഴ്സായ നമുക്ക് ബെനിഫിറ്റ് കിട്ടിയപ്പം ഈ TCS അതിനേക്കാളും പഴക്കമുള്ള കമ്പനിയാണ്. ആ TCS എന്നാ ലിസ്റ്റ് ചെയ്യുന്നറിയോ? 2004 വന്നപ്പോഴത്തേക്കും .com ബബിളൊക്കെ തീർന്ന് ഈ IT-യിലുള്ള വെൽത്ത് ക്രിയേഷനൊക്കെ നിർത്തി. അതായത് ഇവരൊരു ബിസിനസ്സിനെ മെച്യൂറായിട്ട് ശേഷം മാത്രമേ ഈ ടാറ്റ ഗ്രൂപ്പ് ലിസ്റ്റ് ചെയ്യാറുള്ളൂ എന്നുള്ളത് പലപ്പോഴും AGM-ലും അല്ലാത്ത സമയത്തും ആർട്ടിക്കിളിലും മീറ്റിങ്ങിലൊക്കെ ഞാൻ ഉൾപ്പെടെ പലരും ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് ടാറ്റയെ സംബന്ധിച്ച് എന്തിനാണെന്നേ ഈ പറയുന്ന പോലെ ടാറ്റയ്ക്ക് നല്ല വശങ്ങളുണ്ട്, ഒരു വശമുണ്ട്. ടാറ്റയെക്കുറിച്ചൊന്നും കുറ്റം പറയാനായിട്ട് നമ്മൾ ഒന്നുമായിട്ടില്ല എന്നുള്ള. ബട്ട് ഒരു ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ നമ്മൾ ഒരു ഷെയറാണ് ഹോൾഡ് ചെയ്യണമെങ്കിലും നമുക്ക് റൈറ്റ് ഉണ്ട്. ഞാനല്ല, പലരും നമ്മൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പല കമ്പനീസിലും ഒരു ഷെയറെങ്കിലും മേടിക്കും. എന്തിനാണെന്നറിയോ? ആ കമ്പനിയുടെ പ്ലാൻ അറിയാൻ, ആനുവൽ റിപ്പോർട്ട് വായിക്കാൻ, കമ്പനിയുടെ അനലിസ്റ്റ് കോളുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഒരു ഷെയറെങ്കിലും വയ്ക്കുന്നുണ്ട്. പക്ഷേ ആ ഷെയർ ഹോൾഡറിന് വില കൊടുക്കണം. കാര്യം നിങ്ങൾ അവരുടെ ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് നിങ്ങൾ കമ്പനി നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതായത് ഇപ്പോൾ ഇൻഫോസിസിൻ്റെ പ്രൊമോട്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് TCS എന്ന് പറയുന്നത് TCSൻ്റെ ഡിവിഡൻഡ് മാത്രമല്ല, TCSലെ ബൈബാക്കും ഈ കാശ് ഉപയോഗിച്ച് ബൈബാക്ക് ചെയ്യുമ്പോഴും, അതായത് നമ്മുടെ പബ്ലിക്കിൻ്റെ കാശ് ഉപയോഗിച്ച് ബൈബാക്ക് ചെയ്യുമ്പോഴും അതിൽ ടെൻഡർ ചെയ്ത് കാശ് ഉണ്ടാക്കുന്നതും ഈ പറയുന്ന പോലെ ടാറ്റ സൺസാണ്. എന്നാൽ ഇപ്പുറത്ത് നോക്കൂ, ഇൻഫോസിസ് എന്ന് പറയുന്ന കമ്പനി 1993-94 ലിസ്റ്റ് ചെയ്ത് നമുക്കതിൻ്റെ ലിസ്റ്റിംഗ് ബെനിഫിറ്റ് ഒക്കെ തന്നിട്ട് അതിനകത്ത് ഇന്നും നാരായണമൂർത്തി 4% ഹോൾഡ് ചെയ്യുന്നുള്ളൂ, ക്രിസ് ഗോപാലകൃഷ്ണൻ 3.8%, നന്ദൻ നിലേക്കാനി 2.7%, ദിനേഷ് 2.3%, ഷിബുലാൽ 1.7%. അവരെല്ലാവരും കൂടെ ചേർന്ന് 13-14% ഉള്ളൂ. എന്നിട്ടോ അടുത്ത കാലത്ത് വന്ന ബൈബാക്കിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അവർ പറഞ്ഞു ഞങ്ങൾ ടെൻഡർ ചെയ്യുന്നില്ല, കമ്പനിക്ക് ഞങ്ങളുടെ ഷെയർ ടെൻഡർ ചെയ്യുന്നില്ല. ഒന്ന്, ഞങ്ങൾക്ക് കമ്പനിയിൽ കോൺഫിഡൻസ് ഉണ്ട്. രണ്ടാമത്, ഇതൊക്കെ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് കിട്ടണം. പക്ഷേ ടാറ്റാസ് അങ്ങനെയല്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു എന്നുള്ള. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഡിവിഡൻഡിൽ സൂചിച്ച് ഇവരെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഇവർക്ക് ടാറ്റ സൺസ് എന്ന് പറയുന്ന കമ്പനി പബ്ലിക് ആക്കണ്ട. ഇവർക്ക് ബാക്കിയെല്ലാ 26 കമ്പനി ലിസ്റ്റഡ് ആണെങ്കിലും ടാറ്റ സൺസ് പബ്ലിക് ആക്കുന്നതിൽ നിന്നും ഇവർക്ക് യാതൊരു താല്പര്യം ഇല്ല എന്നുള്ളതാണ്. കാര്യം എന്താ? ഇവർക്ക് ക്വസ്റ്റ്യൻസ് കേൾക്കാൻ വയ്യ. ഇവർക്ക് ആരെങ്കിലും അക്കൗണ്ടിങ്ങിൻ്റെ കാര്യങ്ങളോ ഇതോ ചോദിച്ചാൽ ഇവർക്കത് ദഹിക്കാൻ പറ്റൂല എന്നുള്ളതാണ് സോഴ്സസ് പറയണമെന്നുള്ള കാര്യം. ഇത് പബ്ലിക്കായി കഴിഞ്ഞാൽ ഇതിന് എല്ലാം അക്കൗണ്ടബിലിറ്റി വരും. സെബിയുടെ റൂള് ബാധകമാവും. സെബിയുടെ റൂള് ബാധകമായി കഴിഞ്ഞാൽ റീറ്റെയിൽ ഇൻവെസ്റ്റർ ഒരു ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളെ പോലും അവർ കണക്കിലെടുക്കേണ്ടി വരും. ആ ഓരോ ചോദ്യത്തിനും അവർ ഉത്തരം പറയണം. അപ്പം ചിലപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ടാറ്റയ്ക്ക് സൈക്കില്ല എന്നുള്ളതും കൂടി ഒരു വശമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ള. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ലിസ്റ്റ് ചെയ്യാത്തത്? 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ഷപ്പൂർജി പല്വൻജി ഗ്രൂപ്പ് ഉണ്ടല്ലോ, 18.37% സ്റ്റേക്ക് ആണല്ലോ അവർക്ക് ടാറ്റ സൺസിലുള്ളത്. അവർക്കെന്ന് പറഞ്ഞാൽ അവരായിട്ടുള്ള വലിയ വഴക്ക് ഈ ടാറ്റ ഫാമിലിക്കുണ്ട്. അപ്പോൾ എന്താ പറ്റിയതെന്ന് വെച്ചാൽ ഈ ഷപ്പൂർജി പല്വൻജിക്ക് അടുത്ത കാലത്ത് വലിയ ലോസ് സംഭവിച്ചു. എനിക്കൊന്നു 5-6 ലക്ഷം കോടിയുടെ ലോസ് വരെ അവർക്ക് ടോട്ടലി അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. അവരുടെ കമ്പനികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. ഈ പറയുന്ന പോലെ ഫോർബ്സ്, നമ്മൾ ഈ വാക്യൂം ക്ലീനർ കമ്പനി, എനിക്ക് തോന്നുന്നു സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ അവർ വിറ്റുമെന്ന് എനിക്കറിയില്ല. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ ഒക്കെ അവരുടെ കമ്പനിയാണ്. അതുപോലെ ഷപ്പൂർജി പല്വൻജി ഭയങ്കര വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഏതാണ്ട് 5-6 ലക്ഷം കോടി കടം വന്നു. ഇവരുടെ ടാറ്റ സൺസ് ഹോൾഡിംഗ് മാത്രം ഒരു കൺസർവേറ്റീവ് വാല്യുവേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 1.75 lakh crore മുതൽ 2 ലക്ഷം കോടി വരെ വരും. പക്ഷേ ഇവർക്കിത് വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് പബ്ലിക്കായിട്ട് ലിസ്റ്റ് ചെയ്താലല്ലേ ഇവർക്ക് മാർക്കറ്റിൽ വിറ്റ് പോകാൻ പറ്റുള്ളൂ. ഇത് പ്രൈവറ്റായിട്ട് അൺലിസ്റ്റഡ് ആയിട്ട് നിന്ന് ഇവർക്ക് ആര് വിൽക്കും, ആര് വാങ്ങിക്കും? ഇത് മെമ്മറാൻഡം ഓഫ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഒന്നും ഇതിനകത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ള. അപ്പോൾ അവരുടെ ഹോൾഡിംഗ് വെച്ച് സ്റ്റക്കായി. 18% ഹോൾഡിംഗ് വെച്ചിട്ട് ഷപ്പൂർജി പല്വൻജി ടാറ്റാസിൻ്റെ കാല് പിടിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളെ. ഞങ്ങൾക്കൊരു എക്സിറ്റ് തരൂ, ഞങ്ങൾ ഇപ്പുറ സൈഡിൽ തകർന്നുകൊണ്ടിരിക്കണം. ഒരു രീതിയിലുമല്ല. അവരെ കംപ്രസ് ചെയ്ത് ഇവർ തമ്മിലുള്ള ഫാമിലി ഫ്യൂഡിൻ്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാവേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പോലെ പല്വൻജി ഫാമിലി ആയിട്ടുള്ള പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ടാറ്റ സൺസിൻ്റെ ഈ പറയുന്ന പോലെ ബിസിനസ് മോഡലാണ്. അതായത് RBI അവർക്ക് പറയണമെന്ന് വെച്ചാൽ RBI പറയുന്ന കാര്യം ഇവരെ കാറ്റഗറി ചെയ്തിരിക്കുന്നത് NBFC ആയിട്ടാണ് കാറ്റഗറി, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി ആയിട്ടാണ് പറയുന്നത് എന്നുള്ള. ടാറ്റ സൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആരുടെ കയ്യിൽ നിന്നും ഡെപ്പോസിറ്റ് എടുക്കുന്നില്ല, ആർക്കും ഈ പറയുന്ന പോലെ ലോൺ കൊടുക്കുന്നില്ല. എന്നിട്ടും അത് ഫങ്ഷൻ ചെയ്യണത് ഒരു സ്പെഷ്യൽ ഫിനാൻഷ്യൽ വെഹിക്കിൾ ആയിട്ടാണ്, ഒരു ഹോൾഡിംഗ് കമ്പനി ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അതിനെ നമ്മൾ സാധാരണ RBI ടേംസിൽ CIC, അതായത്
കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്നുള്ള രീതിയിലാണ് RBI ഇവരെ വിളിക്കാനുള്ള കാര്യം. അതെന്താണെന്ന് വെച്ചാൽ RBIയുടെ ഈ ആക്ട് ഉണ്ടല്ലോ 1934 ആക്ട് പ്രകാരം എനി നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി അവരുടെ ടോട്ടൽ അസറ്റ്സിൻ്റെ 50% ഫിനാൻഷ്യൽ അസറ്റ്സിലാണെന്ന് വിചാരിക്കുക. അതുമാത്രമല്ല അവരുടെ ഗ്രോസ് ഇൻകമിൻ്റെ 50% ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് എന്നുണ്ടെങ്കിൽ അവരെ ഒരു NBFC ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്നാണ് RBIയുടെ 1934 ആക്ട് നമ്മളോട് പറയുന്നതെന്നല്ല. അപ്പോൾ ടാറ്റാ സൺസ് നോക്കൂ, ടാറ്റാ സൺസിന് അവരെ 90% അവരെ നെറ്റ് അസറ്റും ഹോൾഡിങ്സ് ആണ്. എന്താണ് ഹോൾഡിങ്സ്? സ്റ്റോക്ക്, ബോണ്ട്, പ്രിഫറൻഷ്യൽ ഷെയർ, ലോൺ, ഇതേപോലെയുള്ള ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന ബ്രോഡർ വാക്കാണ് 90% ഓഫ് നെറ്റ് അസറ്റ് ഓഫ് ടാറ്റാ സൺസ്. സോ ഇതിനെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഗ്രൂപ്പ് കമ്പനി ആണെങ്കിൽ പോലും, കാര്യം ഗ്രൂപ്പ് കമ്പനി എല്ലാം ലിസ്റ്റഡ് ആണ്. ഗ്രൂപ്പ് കമ്പനി ലിസ്റ്റഡ് ആയതുകൊണ്ട് ആ ലിസ്റ്റഡ് കമ്പനിയിൽ സാധാരണ നമ്മളെപ്പോലെ പബ്ലിക് പ്രൈവറ്റ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻഡയറക്ട്ലി ടാറ്റാ സൺസിൻ്റെ 90% ഓഫ് നെറ്റ് അസറ്റ് ഈസ് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ സിംഗിൾ പബ്ലിക് പ്രൈവറ്റ് കോമൺ മാൻ എന്നുള്ള രീതിയിൽ ഇവരെ ഈ പറയുന്ന പോലെ കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ആയിട്ടാണ് NBFC ആയിട്ടാണ് ഇവരെ RBI സ്റ്റേറ്റ് ചെയ്യണേ എന്നുള്ള. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ IL&FSൻ്റെ ഇഷ്യൂ ഒക്കെ വന്നതിന് ശേഷം RBI കുറേ കാര്യങ്ങളിൽ വലിയ രീതിയിൽ സ്ട്രിക്റ്റ് ആണ്. അവർ പുതിയ ഒരു റൂൾ കൊണ്ടുവന്നു, അതായത് സ്കെയിൽ ബേസ്ഡ് റെഗുലേഷൻ, അതായത് SBR. അതിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഈ വലിയ കാര്യങ്ങളിലൊക്കെ വലിയ രീതിയിൽ പോലീസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതായത് അവർ പറയണത് ഏതൊരു NBFC അവരുടെ ടോട്ടൽ അസറ്റിൻ്റെ സൈസ് 1 ലക്ഷം കോടിക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ ടാറ്റാ സൺസിൻ്റെ ടോട്ടൽ അസറ്റ്സ് കൺസർവേറ്റീവായിട്ട് 1.75 lakh crore. അപ്പോൾ RBI പറയുന്നത് 1 ലക്ഷത്തിന് മുകളിൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അപ്പർ ലെയർ NBFC ആയിട്ടാണ് നിങ്ങളെ കാറ്റഗറി ചെയ്യണമെന്നുള്ള. അപ്പർ ലെയർ NBFC എന്ന് വെച്ചാൽ ഈ RBI NBFCകളെ പല കാറ്റഗറി ആയിട്ട് നിശ്ചയിക്കും. അതിനകത്ത് 4 ലെയറാണ്: ബേസ് ലെയർ, മിഡിൽ ലെയർ, അപ്പർ ലെയർ, ടോപ്പ് ലെയർ. ഈ അപ്പർ ലെയർ NBFC ആയിട്ടാണ് ടാറ്റാ സൺസിനെ ഇവർ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് സൈസ് ആൻഡ് റിസ്ക് എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു ഗ്രേറ്റർ കോംപ്ലയൻസിൻ്റെ ആവശ്യമുണ്ട് അപ്പർ ലെയർ NBFC എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ കാര്യം ഈ സെബിയുടെ കംപ്ലയൻസ് ഒക്കെ പാലിക്കണം. അതായത് LODR, അതായത് ലിസ്റ്റിംഗ് ഓബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്, LODR സെബിയുടെയൊക്കെ ആ റൂളൊക്കെ പാലിക്കണം. നമ്മൾ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ അഡാനി പോർട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ അഡാനി പോർട്സ് അവരുടെ ആ ഒരു ഇഷ്യൂ നമ്മുടെ കേരള ഗവൺമെൻറ്റിനെ അറിയിച്ചില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ആദ്യം അവർ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിച്ച് എക്സ്ചേഞ്ചിനെ അറിയിച്ചു. ഈ സെബിയുടെ LODR ലിസ്റ്റിംഗ് ഓബ്ലിഗേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേറെ ഏത് ഗവൺമെൻറ് ഒഫീഷ്യലോ എവിടെ അറിയിക്കുന്നതിന് മുമ്പേയും ആദ്യം അറിയിക്കേണ്ടത് ഷെയർ ഹോൾഡേഴ്സിനാണ്. അങ്ങനെയാണ് അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖാന്തരം ഈ ഇൻഫർമേഷൻ അവർ വിട്ടത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പിന്നെ വലിയ കോൺട്രവേഴ്സിയായി, ബട്ട് അത് പൊളിറ്റിക്കലായിട്ട് പോയി. പക്ഷേ നമ്മൾ നമ്മുടെ ഓപ്പണിംഗ് ഹവേഴ്സിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. രണ്ടാമത് ഈ പറയുന്ന പോലെ ഗ്രേറ്റർ കോംപ്ലയൻസ് എന്താ? സ്ട്രിക്റ്റ് ക്യാപിറ്റൽ അഡിക്വസി റൂൾസ് ഇവർക്ക് പാലിക്കേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല ഇൻഡിപെൻഡൻറ്റ് ബോർഡ്സ്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ബോർഡ് റെപ്രസെൻറ്റേഷൻ വളരെ അത്യാവശ്യമായിട്ടും കൂടി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള. പിന്നെ ഈ അപ്പർ ലെയറിലേക്ക് ആക്കി കഴിഞ്ഞാൽ 5 കൊല്ലം അതിൽ നിന്ന് എക്സിറ്റ് ഇല്ല എന്നും കൂടെ ഉണ്ട്. അപ്പം NBFC അപ്പർ ലെയർ ആക്കി കഴിഞ്ഞാൽ ടാറ്റാ സൺസ് പാലിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ 17 അപ്പർ ലെയർ NBFC പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികളൊക്കെ അതിലാണ്. ബജാജ് ഫിനാൻസ്, ശ്രീറാം ഫിനാൻസ്, ടാറ്റ ക്യാപിറ്റൽ, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്, മുത്തൂറ്റ് ഫിനാൻസ്, പിരമാൾ ഫിനാൻസ്, HDB ഫിനാൻഷ്യൽ സർവീസസ്, പിന്നെ അതുമാത്രമല്ല പബ്ലിക് സ്റ്റേറ്റ് എൻ്റർപ്രൈസസുകളായിട്ടുള്ള REC, PFC, IRFC, ഹഡ്കോ ഒക്കെ ഈ പറയുന്ന പോലെ 17 അപ്പർ ലെയർ NBFCയിലേക്ക് വരികയാണ് എന്നുള്ളത്. ഇനി മൂന്നാമത്തെ പോയിന്റ്, ഇൻഡയറക്റ്റഡ് പബ്ലിക് ഫണ്ട് കണക്ഷൻ. ഇൻഡയറക്റ്റ് അതായത് വേറെ ഒന്നുമില്ല, ഈ ടാറ്റാ സൺസിന് ഈ ടാറ്റ ക്യാപിറ്റലിൽ സ്റ്റേക്ക് ഉണ്ട്. അതുമാത്രമല്ല പല ടാറ്റ കമ്പനികളിലും സ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ടാറ്റ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു പൈസ ഫിനാൻസിങ് ഹാൻഡിൽ ചെയ്യണ കമ്പനി ആയതുകൊണ്ട് ടാറ്റാ സൺസ്, ടാറ്റ ക്യാപിറ്റലിൻ്റെ പ്രൊമോട്ടറായ ടാറ്റാ സൺസിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ടാറ്റ ക്യാപിറ്റലിൽ പൈസ ഇട്ടിരിക്കുന്നവർക്ക് പ്രോബ്ലമാവും. അതുകൊണ്ട് തന്നെ NBFC തന്നെയാണ് അപ്പർ ലെയർ NBFC തന്നെയാണ് എന്നുള്ള രീതിയിലാണ് RBI ടാറ്റാ സൺസിനെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഈ ടാറ്റാ സൺസിൽ ടാറ്റ കമ്പനികളുടെ ക്രോസ് ഹോൾഡിങ്സ് ഉണ്ട്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ കെമിക്കൽസിന്, ടാറ്റ പവറിനൊക്കെ തിരിച്ച് ടാറ്റ സൺസിൽ ഹോൾഡിംഗ് ഉള്ളതുകൊണ്ട് ഈ ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് നമ്മളെപ്പോലത്തെ സാധാരണക്കാരനായതുകൊണ്ട് ഈ ടാറ്റ സൺസിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സാധാരണ ഷെയർ ഹോൾഡറിന് പ്രശ്നം പറ്റും. അതുകൊണ്ട് ഇൻഡയറക്റ്റ് പബ്ലിക് ഫണ്ട് കണക്ഷനും കൂടെ കണക്കിലെടുത്ത് ഇവർ അപ്പർ ലെയർ NBFC ആണ് എന്ന് തന്നെയാണ് ഈ പറയുന്ന പോലെ RBI പറഞ്ഞത്. എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ടാറ്റയ്ക്ക് ലിസ്റ്റ് ചെയ്യണ്ട.
അപ്പോൾ ഈ പറയുന്ന റീസൺ എന്താ? നിങ്ങൾ അപ്പർ ലെയർ NBFC ആണ് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ എന്നാണോ അപ്പർ ലെയർ NBFC ആക്കിയത്, അതെനിക്ക് തോന്നുന്നു 2022 സെപ്റ്റംബർ ആണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ 3 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ പബ്ലിക് ലിസ്റ്റിംഗ് ചെയ്യണം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യണം. അതായത് സെപ്റ്റംബർ 2025 ഇവർ ലിസ്റ്റ് ചെയ്യണമായിരുന്നു. ആ സമയം കഴിഞ്ഞു. കാരണം എന്താണെന്നറിയോ? ഇവർ ലിസ്റ്റ് ചെയ്യാതിരിക്കാൻ സകല പണിയും ടാറ്റാ സൺസ് പണിയെടുത്തു എന്നുള്ള. അവർ പല ലൂപ്പ് ഹോളും കണ്ട്. അതായത് അവർക്കെന്താ, അവർ ലിസ്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ആദ്യം അപ്പർ ലെയർ NBFC, അപ്പർ ലെയർ പോട്ടെ, NBFC എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് അവർക്ക് കളയണം, രജിസ്ട്രേഷൻ കളയണം. അതിന് അവർ എന്ത് ചെയ്തു എന്നറിയോ? അവരാദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ ഇവിടെ ഈ CIC അല്ലെങ്കിൽ കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായി RBIയുടെ കീഴിൽ ഒരു കമ്പനി മാറണമെന്നുണ്ടെങ്കിൽ RBIയുടെ മാസ്റ്റർ ഡയറക്ഷൻ അനുസരിച്ച് അസറ്റ് ബേസ് 100 കോടിക്ക് മുകളിലാവണം. ഇത് CIC ആവാനാട്ടോ. ഈ അപ്പർ ലെയർ ആവാനുള്ളത് വേറെ. ഈ CIC ആവാനുള്ള അസറ്റ് ബേസ് 100 കോടിക്ക് മുകളിലാവണം. ലിസ്റ്റ് ചെയ്യുന്നത് ഏതായാലും 1 lakh crore അസറ്റ് ബേസിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ചെയ്യണം. പ്ലസ് അക്സസിബിൾ പബ്ലിക് ഫണ്ട്സ്. അപ്പം ഇതൊക്കെ ചെയ്യണം. ഇതിൽ നിന്നൊക്കെ ഊരണം എന്നുണ്ടെങ്കിൽ ഇവരുടെ NBFC ലൈസൻസ് ഇവർ സറണ്ടർ ചെയ്യണം എന്നുള്ളതാണ് ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരുടെ 100 crore അസറ്റ് ബേസ് ഉണ്ടല്ലോ, ഈ ടാറ്റാ സൺസിന് 100 crore അസറ്റ് ബേസ് ഉണ്ടല്ലോ, ആ 100 crore അസറ്റ് ബേസിനെ എങ്ങനെ മാറ്റാം, ആ NBFC CIC കമ്പനി എന്നുള്ള രീതിയിൽ എങ്ങനെ ആ ടാഗ് എടുത്ത് കളയാം എന്നുള്ള രീതി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരൊരു മാസീവായിട്ടുള്ള റീസ്ട്രക്ചറിങ് നടത്തി. എന്നിട്ട് TCSൻ്റെ കുറച്ച് സ്റ്റേക്ക് വിറ്റ് 9,000 എനിക്ക് തോന്നുന്നു 362 crores വിറ്റ് ആ ലിക്വിഡിറ്റി ഒക്കെ എടുത്ത് ഇവർക്ക് പുറത്ത് കൊടുക്കാനുള്ള ബോറോയിങ്ങും ഔട്ട്സ്റ്റാൻഡിങ്ങും ഒക്കെ കൊടുത്ത്, മറ്റുള്ള ബാങ്ക് ലോണുകൾ, കമേഴ്ഷ്യൽ പേപ്പറുകൾ, കോർപ്പറേറ്റ് ഡിബഞ്ചർ ഇതെല്ലാം കൊടുത്ത് ഇവർ RBIയോട് പറഞ്ഞു, ഞങ്ങൾ പബ്ലിക് ഫണ്ട് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് NBFC സ്റ്റാറ്റസ് വേണ്ട എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ CIC കോർ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ NBFC സർട്ടിഫിക്കറ്റ് ഞങ്ങൾ സറണ്ടർ ചെയ്യുന്നു, ഞങ്ങൾക്ക് ആ ലൈസൻസ് വേണ്ട എന്നുള്ള രീതിയിലാണ് ടാറ്റാസ് അവകാശപ്പെട്ടതെന്നുള്ള. ബട്ട് RBI ഇതിനൊന്നും നിന്നില്ല എന്നുള്ള. RBI പറഞ്ഞു, നിങ്ങൾക്ക് ക്രോസ് ഹോൾഡിംഗ് ഉള്ളിടത്തോളം കാലം സാധാരണ റീറ്റെയിൽ ഷെയർ ഹോൾഡേഴ്സ് മറ്റുള്ള പബ്ലിക് കമ്പനിയിൽ ഹോൾഡ് ചെയ്തിട്ട് അതുവഴി നിങ്ങളിലേക്ക് വന്നത് കാരണം, നിങ്ങൾക്ക് ടാറ്റ ക്യാപിറ്റലിലെ പ്രൊമോട്ടർ ആയത് കാരണം നിങ്ങൾ അപ്പർ ലെയർ NBFC തന്നെയാണ് എന്നുള്ള രീതിയിലാണ് വരുന്നതെന്നുള്ള. അപ്പം സെപ്റ്റംബർ 2025, കാര്യം ഇത് സെപ്റ്റംബർ 2022 അപ്പർ ലെയർ NBFC ആയിട്ട് ഇവരെ ഡെസിഗ്നേറ്റ് ചെയ്യണം. അപ്പം 3 കൊല്ലത്തിനുള്ളിൽ ഇവർ ലിസ്റ്റ് ചെയ്യേണ്ടിയായിട്ട് വന്നു. അപ്പോൾ ഇപ്പോഴും ടെക്നിക്കലി അൺറിസോൾവ്ഡ് ആയിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ള. ഇപ്പം എന്ത് പറ്റി? ഇപ്പം ഈ പ്രശ്നങ്ങൾ, അതായത് ടാറ്റാ സൺസ് ലിസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള പ്രഷർ അതിനകത്തുനിന്ന് ഒരുപാട് ഈ ചന്ദ്രശേഖരൻ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. N. ചന്ദ്രയുടെ ലെറ്ററിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, എനിക്ക് ഇനി ഒന്നും അതിനകത്ത് പറയാനില്ല, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒഫീഷ്യലി N. ചന്ദ്രയുടെ ടേം അവസാനിക്കുന്നത് February 20, 2027 എന്നുള്ള. ഇവിടെ അത് മാത്രമല്ല, അടുത്ത കൊല്ലം മാത്രമേ അദ്ദേഹത്തിൻ്റെ ടെന്യൂർ അവസാനിക്കുന്നുള്ളൂ. അതുമാത്രമല്ല, സർ ദൊരബ്ജി ടാറ്റ ട്രസ്റ്റ്, സർ രത്തൻ ടാറ്റ ട്രസ്റ്റ്, ഇവരെല്ലാവരും കൂടെ യുനോണിമസ്ലി റിസോൾവ്ഡ് ആൻഡ് റെക്കമെൻഡഡ് എക്സ്റ്റൻഷൻ ഓഫ് നെക്സ്റ്റ് 5 years ഫോർ ചന്ദ്ര ആസ് ചെയർമാൻ ഓഫ് ടാറ്റ സൺസ്. അങ്ങനെ ഒരു റെക്കമെൻഡേഷനും കൂടെ അതിനകത്തുണ്ടെന്നുള്ള. അതുമാത്രമല്ല, ഈ ടാറ്റ സൺസിന് വേറൊരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. ടാറ്റ സൺസ് നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി ബോർഡ്, അവരും ഈ ചന്ദ്രയ്ക്ക് എക്സ്റ്റൻഷനും റീ അപ്പോയിൻമെൻറ്റും വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ അവരും തയ്യാറായിട്ടുണ്ട്. ബട്ട് ടാറ്റ സൺസിൻ്റെ February 24, 2026 ബോർഡ് മീറ്റിങ്ങിൽ ഈ റെസല്യൂഷൻ എടുത്തില്ല. ഇദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ റീ അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്ന ആ റെസല്യൂഷൻ അവർ എടുത്തില്ല എന്നുള്ള. അങ്ങനെ ദ പ്രൊപ്പോസൽ ഡിഡിൻ ക്യാരി ത്രൂ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ബിക്കോസ് ഓഫ് വൺ മാൻ. ട്രസ്റ്റുകളായാലും ശരി, മറ്റുള്ളവരായാലും എല്ലാവരും N. ചന്ദ്രയെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പം ഒരു ആൾ മാത്രം ഇതിൽ നിന്നും മാറി എതിര് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേരാണ് നോവൽ ടാറ്റ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹമാണ് സൺ ഓഫ് നെവൽ ടാറ്റ ആൻഡ് സിമോൺ ടാറ്റ, മാരീഡ് ടു ആലു മിസ്ത്രി. അതിൻ്റെ രസം എന്നറിയോ? ഈ പല്ലുവഞ്ചി മിസ്ത്രിയുടെ മോളെ, അതായത് സൈറസ് മിസ്ത്രിയുടെ സിസ്റ്ററിനെയാണ് നോയൽ ടാറ്റ കല്യാണം കഴിച്ചിരിക്കുന്നത് എന്നുള്ള. ഈ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തത് നോയൽ ടാറ്റയാണ്. നമുക്കറിയാലോ, 1999 8 കോടി മാത്രമായിരുന്ന ട്രെൻഡിനെ ഇന്ന് 25,000 കോടിയാക്കി മാറ്റിയതും നോയൽ ടാറ്റ തന്നെയാണ് എന്നുള്ള. ഏതാണ്ട് 6000% സ്റ്റോക്ക് പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വന്നതെന്നുള്ള. അപ്പം ഈ പറയുന്ന പോലെ
അതുപോലെ പുതിയ AGM വരുന്നു. ഈ പുതിയ AGM എനിക്ക് മനസ്സിലാവുന്നത് ഈ വരാൻ പോകുന്ന ട്യൂസ്ഡേ ആണ്. ഏതാണ്ട് ഓഗസ്റ്റ് 18 2:30 മണിയോടുകൂടിയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അന്നാണ് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ബോർഡ് മീറ്റിംഗ് മാറ്റിവെക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് ടാറ്റാ സൺസ് RBI റെഗുലേഷനായിട്ട് കംപ്ലൈ ചെയ്യുക, പിന്നെ മിസ്ത്രി ഫാമിലി ആയിട്ടുള്ള പ്രശ്നം എങ്ങനെ തീർക്കും, പിന്നെ ലിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്ത് തീരുമാനമെടുക്കും, ആരായിരിക്കും ഇനി ടാറ്റാ സൺസിനെ ലീഡ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് മാത്രമേ കണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നുള്ള. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ടാറ്റ ഡിജിറ്റലിൻ്റെ ഫ്യൂച്ചർ എന്താവുന്നുള്ള കാര്യം ഒരു പിടിയുമില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 26,000 കോടി ഇൻവെസ്റ്റ് ചെയ്താണ് ടാറ്റ ഡിജിറ്റൽ. അത് ചന്ദ്രയാണ് അതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള. അത് തന്നെയാണ് ഈ ടാറ്റ ഗ്രൂപ്പിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഡിവിഷൻ. നമുക്കറിയാലോ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഗ്രോസറി, അതായത് ബ്ലിങ്കിറ്റും ഈ പറയുന്ന പോലെ ഇൻസ്റ്റാമാർട്ടുമായിട്ട് ഡയറക്റ്റ് കോമ്പറ്റീറ്ററാണ്. കൺസ്യൂമർ ഡ്യൂറബിൾ റീറ്റെയിൽ ഡിവിഷനായ ക്രോമ, ഫാർമസി ഡിസ്ട്രിബ്യൂഷനായ ടാറ്റ 1mg, പിന്നെ അതുമാത്രമല്ല കോമേഴ്സ് പോർട്ടലായ ടാറ്റ ക്ലിക്ക് ഷോപ്പിംഗ് സൈറ്റ്, അതുമാത്രമല്ല സൂപ്പർ ആപ്പ് ടാറ്റ ന്യൂ എന്നുള്ള ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെല്ലാം കൂടെ റവന്യൂ 35,900 crore ആണെങ്കിലും ഇവരുടെ നഷ്ടം ലോസ് 4,974 crores ആണ് എന്നുള്ള. ബിഗ് ബാസ്ക്കറ്റ് മാത്രം 3,073 കോടിയുടെ ലോസാണ്. ക്രോമ 614 കോടിയുടെ നഷ്ടമാണ്. ടാറ്റ 1mg 310 കോടിയുടെ നഷ്ടമാണ് എന്നുള്ള. ബട്ട് ഈവൻ ദെൻ ടാറ്റയ്ക്ക് നല്ല രീതിയിൽ ചന്ദ്രയ്ക്ക് അവകാശപ്പെടാൻ പ്രൗഡാവുന്ന ഒരു കാര്യം ടാറ്റ ഇലക്ട്രോണിക്സ് ആണെന്നറിയാം. നമുക്കറിയാം അസംബ്ലി ഓഫ് ഐഫോൺ ആണ്. അത് FY26 ലോസ് ആണ്. 6,611 കോടി ലോസ് ആണെങ്കിലും ഉടനെ തന്നെ ബ്രേക്ക് ഈവൻ എത്തും എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല അവർ സെമി കണ്ടക്ടർ ഫെസിലിറ്റിക്ക് 91,000 crore ഇൻവെസ്റ്റ്മെൻറ്റ് മുന്നോട്ടിരുന്നു. അതുമാത്രമല്ല OSAT ഫെസിലിറ്റിക്ക് 27,000 crore ഇട്ട് മുന്നോട്ട് പോകണു എന്നുള്ളതാണ്. എന്നാൽ ചന്ദ്രയുടെ വേറൊരു ഫ്ലോപ്പ് ഉണ്ട്. എയർ ഇന്ത്യ അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയുടെ പ്രോഫിറ്റ് 2023 ശരിക്കും പറഞ്ഞാൽ ലോസ് ആയിരുന്നു ഏറ്റെടുക്കുന്ന സമയത്ത്. എനിക്ക് തോന്നുന്നു 2022 ഇവർ ഏറ്റെടുക്കുന്നത്. 2022 ഇവർക്ക് ലോസ് 11,388 crore ആയിരുന്നു. ഇന്ന് ആ ലോസ് എയർ ഇന്ത്യയുടെ ഉയർന്ന് 15,368 crore ആയി. അതിൻ്റെ കൂടെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് FY23 117 കോടി ലോസ് ആയിരുന്ന സ്ഥലത്ത് നിന്ന് ഇന്ന് 6,767 കോടി ആണെന്നുള്ള. ഈ ചന്ദ്ര FY18 സാലറി പ്ലസ് അതർ കമ്മീഷനും കൂടെ ചേർന്ന് 8.1 crore, അതിൻ്റെ കൂടെ സാലറി പ്ലസ് അതർ കോമ്പൻസേഷനാണ് 8.1 crore, അതിൻ്റെ കൂടെ കമ്മീഷനായിട്ടുള്ള 47 കോടിയും കൂടെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൊല്ലത്തെ സാലറി 55 കോടിയായിരുന്നു 2018. ഇന്ന് 2026 അദ്ദേഹത്തിന് സാലറി പ്ലസ് അതർ കോമ്പൻസേഷൻ എല്ലാം കൂടെ വരുന്നത് 17.9 crore ആണ്. കമ്മീഷൻ മാത്രം 140.6 കോടി, എല്ലാം കൂടെ ചേർന്ന് 158.6 crore സാലറിയാണ് ഒരു കൊല്ലം ചന്ദ്രയ്ക്ക് കിട്ടുന്നത്. അപ്പം രത്തൻ ടാറ്റയുടെ ലെഗസിയൊക്കെ മാറി. ഈ പറയുന്ന പോലെ 2024 ഒക്ടോബർ 9 രത്തൻ ടാറ്റ മരിക്കുന്നതെന്നുള്ള. ഒക്ടോബർ 11 നോയൽ ടാറ്റ രത്തൻ ടാറ്റയുടെ ആ ചെയർമാൻഷിപ്പ്, ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാൻഷിപ്പ് ഏറ്റെടുക്കുന്നത് എന്നുള്ള. അപ്പോൾ ഈ ടാറ്റ എന്ന് പറയുന്നത് ഒരു കാര്യമുണ്ടല്ലോ, ഈ 2012 ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ രത്തൻ ടാറ്റ സൺസിൻ്റെ ചെയർമാൻഷിപ്പിൽ നിന്ന് മാറുന്നത്. അതിനുശേഷമാണ് സൈറസ് മിസ്ത്രി, ഷപ്പൂർജി പല്ലോൻജി ഫാമിലിയിൽ നിന്ന് അദ്ദേഹം വരുന്നത്, സൈറസ് മിസ്ത്രി വരുന്നത്. അദ്ദേഹം ഒക്ടോബർ 2016 അദ്ദേഹത്തിനെ മാറ്റി. ഇദ്ദേഹം സെപ്റ്റംബർ 4, 2022 ഒരു കാർ ആക്സിഡൻറ്റിൽ ഇദ്ദേഹം മരിക്കുകയായിരുന്നു എന്നുള്ളത്. അതിനെ റൂമേഴ്സ് ഒരുപാട് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ബെൻസ് GLC SUV ആണ്. എന്നിട്ടും ഫ്രണ്ടിലിരുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെടുമ്പോഴും ബാക്കിലിരുന്ന ആൾ ഈ പറയുന്ന പോലെ മരിച്ചുപോയി എന്നുള്ളത് ഒരുപാട് കോൺട്രവേഴ്സി സോഷ്യൽ മീഡിയയിലേക്ക് വന്നു. ഡ്രൈവർ മനഃപൂർവ്വം ചെയ്താണ്, ബ്രേക്ക് അഴിച്ചിട്ടാണെന്നൊക്കെ പല ഇതും വന്നു. ബട്ട് ഈവൻ ദെൻ ഫോറൻസിക് ആയിട്ടുള്ള സ്റ്റഡിയും വെഹിക്കിൾ ടെലിമെട്രിയും പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനും പറഞ്ഞത് അതൊരു പ്യുവർ പ്ലേ ആക്സിഡൻറ്റ് തന്നെ ആയിരുന്നു എന്നുള്ള രീതിയിലായിരിക്കാണ് വരുന്നത്. ഏതായാലും രത്തൻ ടാറ്റ 2012 ഈ ചെയർമാൻഷിപ്പിൽ നിന്ന് മാറി ഇന്നേ വരയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ കമ്പൈൻഡ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനിയുടെ FY12 ഇവരുടെ ഈ പറയുന്ന പോലെ നെറ്റ് സെയിൽസ് എത്രയായിരുന്നു എന്നറിയോ? ഏതാണ്ട് 4.5 trillion, അതായത് ഇന്ന് 4.5 ലക്ഷം കോടിയായിരുന്നു ഇവരുടെ നെറ്റ് സെയിൽസ്. 2026 ആയപ്പം 11.8 lakh crore ആയി മാറി. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2012 26,496 കോടി, 2012 FY12 FY26 ആയപ്പോൾ 90,698 crore. മാർക്കറ്റ് ക്യാപ്പ് FY12 4.4 lakh crore, ഇപ്പോൾ 22.8 lakh crore ആയി മാറി. നിയർലി 5 to 6 times 2012 രത്തൻ ടാറ്റ സൺസ് ചെയർമാൻഷിപ്പിൽ നിന്ന് മാറിയപ്പോൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മൾ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് നോക്കാം. 2012 രത്തൻ ടാറ്റ ഇറങ്ങുന്ന സമയത്ത് 18.6% ആണെങ്കിൽ 2026
19% ഉയർന്നിരിക്കുന്നു. ഡെപ്റ്റ് രത്തൻ ടാറ്റ ഇറങ്ങുന്ന സമയത്ത് 1 ടൈം ഇക്വിറ്റി ആയിരുന്നു, ഡെപ്റ്റ് ടു ഇക്വിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പം 19 ടൈംസ് ആയി ഗ്രൂപ്പ് കമ്പനികളുടെ. അപ്പോൾ രത്തൻ ടാറ്റ ഇറങ്ങിയതിന് ശേഷം 2012 മുതൽ 2016 വരെ ഈ കോർപ്പറേറ്റ് ഗ്രൂപ്പിന് വന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ രത്തൻ ടാറ്റയുടെ മാറിയതോടുകൂടി കമ്പനി വലുതായിട്ട് ഗ്രോ ചെയ്തെങ്കിലും അതിനകത്തുള്ള കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ ഓരോന്നായിട്ട് കമ്പനിയെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വരുന്ന 18-ാം തീയതിയുള്ള AGM പോസ്റ്റ്പോൺ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് അത് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ഇതിനെ ബേസ് ചെയ്ത് ഇന്നലെ ടാറ്റ കമ്പനീസിൽ നല്ലൊരു സെൽ ഓഫ് നടന്നു. ബട്ട് ടാറ്റ കമ്പനീസിൻ്റെ കാര്യത്തിൽ ഒന്നും തന്നെ പ്രോബ്ലം ഇല്ല. ഈ പറഞ്ഞ പോലെ കാര്യം പ്രൊമോട്ടർ എൻറ്റിറ്റി ആയ ടാറ്റ സൺസിലാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. ബട്ട് എൻ ചന്ദ്ര, സല്യൂട്ട് ടു യു. നിങ്ങളെന്ന് പറയുന്നത് വളരെ ഹോണസ്റ്റ് മാൻ ആണെന്ന് നമ്മൾ വീണ്ടും മൈഫിൻ്റെ ഡെസ്കിൽ നിന്ന് പറയുന്നു. ഓവർ ടു യു തോമസ്. സൂര്യ സാർ, നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ ചന്ദ്രശേഖർ ഒരു ഫെബ്രുവരി 2027 ശേഷം ഒരു റീഅപ്പോയിൻമെൻറ്റിന് ശ്രമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ലീഡർഷിപ്പ് വാക്യൂം ക്രിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ടോ പോസ്റ്റ് ഫെബ്രുവരി 2027? ഇപ്പോൾ നെക്സ്റ്റ് ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു സിഗ്നൽസ് ഒന്നും ടാറ്റ ഒരു സ്പെക്ട്രത്തിൽ നിന്ന് വരാത്തൊരു സാഹചര്യത്തിൽ ഇതിനകത്ത് ഇന്ത്യ ഡസൻ ഹാവ് ഡെത്ത് ഫോർ ടാലൻറ്റ്. അതുമല്ല ടാറ്റ സൺസിന് ഒരാളെ കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇപ്പോൾ പല റൂമേഴ്സൊക്കെ പറയുന്നത് പഴയ SDFC ചെയർമാനായ ദീപക് പാരേക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ KK മിസ്ത്രി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ആദിത്യ പുരി, ഇങ്ങനെയൊക്കെ തന്നെ SDFC ബാങ്കിൽ നിന്ന് പ്രോഡിജീസ് ഉണ്ട്. അതുപോലെ ഇഷ്ടംമാതിരി നല്ല സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ബട്ട് ദ തിങ് ഈസ് ഇറ്റ്സ് സംതിങ് മോർ ദാൻ ദാറ്റ്. ഇപ്പോൾ ടാറ്റയെ ഡ്രൈവ് ചെയ്യണത്, ടാറ്റയുടെ ബോർഡ് ഡ്രൈവ് ചെയ്ത് ടാറ്റ ലിസ്റ്റഡ് കമ്പനിയെ മുന്നോട്ട് പൊക്കോളും. ബട്ട് ചന്ദ്ര വളരെ എഫിഷ്യൻ്റ് ആയിരുന്നു. അതിന് മുമ്പേ ഉണ്ടായിരുന്ന രത്തൻ ടാറ്റ ആയാലും ശരി, സൈറസ് മിസ്ത്രി ആയാലും ശരി, വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. അവരെല്ലാവരും വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ്. ബട്ട് ഈവൻ ദെൻ ഇതിനകത്തുള്ള ടാറ്റ സൺസിൻ്റെ കോർപ്പറേറ്റ് സ്ട്രക്ചറിലുള്ള പ്രോബ്ലമാണ്. അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ്. അതായത് ബാക്കി എല്ലായിടത്തും ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലിനെസ് കാണിക്കുന്ന ടാറ്റ സൺസ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാത്രമാണ്, പുറത്തുനിന്ന് ഒരാളെ കയറ്റില്ല എന്ന് പറയാൻ കാര്യമുണ്ട്. അത് അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. ബട്ട് അവരെ RBI അപ്പർ ലെയർ NBFC ആയിട്ട് അവരെ ഡെസിഗ്നേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ടാറ്റ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഫിനാൻസ് കമ്പനിയിൽ അവർക്ക് ഹോൾഡിംഗ് ഉള്ളപ്പം, അതുമാത്രമല്ല എല്ലാ 26 ലിസ്റ്റഡ് കമ്പനീസ് ഇവരുടെ കീഴിൽ വരികയും അതിൽ പല ലിസ്റ്റഡ് കമ്പനീസ്, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ പവർ, ടാറ്റ കെമിക്കൽ പോലുള്ള കമ്പനി ഇൻഡയറക്ട്ലി ടാറ്റ സൺസിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ പണം കൂടി അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു കാര്യവും ഞങ്ങൾ പുറത്ത് വിടില്ല എന്ന് ടാറ്റ സൺസിന് പറയാൻ യാതൊരു അവകാശമില്ല. അവർ ഇതിനെ ലിസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി ആക്കണം എന്നുള്ളത് ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ പറയുന്നു. ഞാനും അതിൻ്റെ കൂടെയാണ്. എന്നാൽ ഓപ്പോസിറ്റ് സൈഡ് കൊണ്ട് നമ്മൾ അതിനെയും റെസ്പെക്ട് ചെയ്യുന്നു. നമ്മൾ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമേ പറഞ്ഞുള്ളൂ. ആ കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂ എങ്ങനെയാണ് ഈ കമ്പനി ഡീൽ ചെയ്യാൻ പോകണമെന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാണ്ട് ലീഡർഷിപ്പ് വാക്യൂം, ഓഫ് കോഴ്സ് യു ആർ റൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഈസി ഫോർ ടാറ്റ ടു ഫൈൻഡ് എമിനൻറ്റ് പേഴ്സൺ എന്നുള്ള കാര്യത്തിലും ഡൗട്ടില്ല തോമസ്. യെസ് സർ. ഓപ്പണിംഗ് വോയ്സ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ശ്രദ്ധയ്ക്ക് ഇവിടെ ചർച്ച ചെയ്ത സ്റ്റോക്കുകളും സെക്ടറുകളും ഒരു ബൈ ഓർ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സഹായം തേടുക. മറ്റൊരു ട്രേഡിംഗ് ഡേയുമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Opening hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.